ഇന്നലെ അച്ഛൻ പറയുന്നത് മാറിയോട് ഇവിടെ അത്രയും നീ കരിച്ചു വെച്ചെന്ന്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. രണ്ടുപേരുള്ളോ? ട്യൂഷൻ ക്ലാസ് ഒന്നും ആർക്കും വേണ്ടേ? സമയം ലൈറ്റാണോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമുക്ക് എനിവേ സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഏഴുപേരേ ഉള്ളൂ ക്ലാസ്സിലല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. മൺഡേ ഓൺവേർഡ്സ് നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്കത് റിഫ്രഷ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു പൊട്ടൻഷ്യൽ ഒരു പവർ കിട്ടും. ഒരു ടെൻഷനൊക്കെ കുറച്ച് കുറയും എന്ന് വിചാരിച്ച് എല്ലാ ബാച്ചിനും റിവിഷൻ ക്ലാസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ആണ് പൊതുവെ വരുന്നത് കേട്ടോ. കാരണം മുഴുവനും റെക്കോർഡ് ക്ലാസ് കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ്സസ് കയറാനുള്ള സമയം കിട്ടാത്തവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ ഒരു ടൈമിൽ വെച്ചത്. അതുകൊണ്ടാണ് ഈവനിങ് ടൈമിൽ. ഓക്കെ, ഇതൊന്ന് കുട്ടികൾക്കൊക്കെ എക്സാം തുടങ്ങി തോന്നുന്നു. ഹയർ ക്ലാസ്സിൽ 10th
ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ അവർക്ക് എക്സാം ഉള്ളത് കാരണം ആ സ്കൂളിലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾക്ക് എക്സാം ഉണ്ട്. പാരന്റ്സ് ഒക്കെ തിരക്കായിരിക്കും, ട്യൂഷൻസ് എടുക്കുന്നവരും തിരക്കായിരിക്കും. എനിവേ വി ക്യാൻ സ്റ്റാർട്ട്. പ്രെയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രെയറോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ്, ലിറ്ററലി ദിസ് ഇസ് അവർ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, സോ പ്രെയർ ഇല്ല, നമുക്ക് സൈലന്റ് പ്രെയർ ചെയ്താലോ? പൊതുവെ റിവിഷൻ ക്ലാസ് എടുക്കുമ്പോൾ പാർട്ട് 3 ആണ് ഫോക്കസ് ചെയ്താ പറയുന്നത്. അത് കഴിയുമ്പോൾ അതർ ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാർട്ട് 4 അങ്ങനെ ഞാൻ എടുക്കാത്തൊരു ഇതായത് കൊണ്ട് നിങ്ങൾക്ക് അതിന് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുന്ന ടീച്ചേഴ്സിനെ ഒരു റിവിഷൻ സെഷൻ വെപ്പിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി ചാപ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോവാം. അപ്പൊ പാർട്ട് 3 പറയുമ്പോൾ ഒരു കറക്ഷൻ നിങ്ങൾ അതിനകത്ത് ചെയ്ത് വെക്കേണ്ടതുണ്ട്. PDF ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോ. ഡോക്ടർ മറിയ മോണ്ടിസോറിയെ പറ്റി പാർട്ട് 3 ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഡോക്ടർ മോണ്ടിസോറി സൗത്ത് അമേരിക്കയില് അസോസിയേറ്റ് മോണ്ടിസോറി ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സൗത്ത് അമേരിക്കയിലല്ല, ഡെൻമാർക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ആദ്യമായിട്ട് ഡെൻമാർക്കിലാണ് AMI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം പലയിടങ്ങളിലായിട്ട് അതിന്റെ ബാക്കി വർക്കുകളും കാര്യങ്ങളും സൗത്ത് അമേരിക്കയിലല്ല, ഡെൻമാർക്കിലാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലോർത്ത് വെക്കുക. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിക്കാറില്ല എക്സാമിന്. എന്നാലും പഠിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പഠിച്ചു പോകണ്ട എന്ന് വെച്ചിട്ട് മുമ്പൊന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഡിഫൻസ് മെക്കാനിസം പറയണമെന്ന് വിചാരിക്കണം. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത മോണ്ടിസോറി സ്കൂൾ എന്ന് പറയുന്നത് കാസ ഡി ബാംപിനി ആണ്. അതിന്റെ ഒരു മീനിങ് ചിൽഡ്രൻസ് ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന മീനിങ് വരുന്ന രീതിയിലുള്ള ഒരു ഇറ്റാലിയൻ വേർഡ് ആയിരുന്നു കാസ ഡി ബാംപിനി. ഓക്കെ, ഞാൻ 3rd യൂണിറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് മീൻസ് ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് അറിയാം അല്ലെ. ട്രഡീഷണൽ മെത്തേഡിൽ അത് ടീച്ചർ സെന്റേർഡ് ആണ്, ഡോമിനന്റ് ഇൻഫ്ലുവൻസർ ടീച്ചറാണ്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. ഈവൻ ദോ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണെങ്കിലും നൗ ഡേയ്സ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എഡ്യൂക്കേഷനിൽ അങ്ങനെ സ്റ്റുഡന്റ് സെന്റേർഡ് എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഗ്രൂപ്പ് ലേണിംഗ് ആണ് ട്രഡീഷണൽ മെത്തേഡില്. അതേസമയം മോണ്ടിസോറി മെത്തേഡിൽ എന്താണ് ഞാനിപ്പോ പാർട്ട് 3 ആണ് എടുത്തോണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1 നമുക്ക് മൊഡ്യൂൾ 1 മാത്രമേ ഉള്ളൂല്ലോ എക്സാമിന്. പിന്നെ മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് അല്ലേ. മൊഡ്യൂൾ 1 പാർട്ട് 3 ആണ് എടുക്കുന്നത്. അതില് ഡോക്ടർ മോണ്ടിസോറിയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞത് ഡോക്ടർ മോണ്ടിസോറി AMI സ്റ്റാർട്ട് ചെയ്തത് ഡെൻമാർക്കിലാണ്. സൗത്ത് അമേരിക്ക എന്നാണ് PDF കാണുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഞാനിപ്പോ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ട്രഡീഷണൽ മെത്തേഡില് ടീച്ചർ സെന്റേർഡ് ആണ്, മോണ്ടിസോറി മെത്തേഡിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. ട്രഡീഷണൽ മെത്തേഡ് ഗ്രൂപ്പ് ലേണിംഗ് ആണ്, മോണ്ടിസോറി മെത്തേഡ് ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ കറക്റ്റ്സ്, മോണ്ടിസോറി മെത്തേഡിൽ സ്റ്റുഡൻസ് കറക്റ്റ്. ഓട്ടോ കറക്ഷൻ ആണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. പിന്നെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് മോണ്ടിസോറി മെത്തേഡ്, റിയാലിറ്റി ഓറിയന്റഡ് ആണ് മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി മെറ്റീരിയൽസ് ഓരോന്നിനും ഓരോ സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ അൺനെസസറി തിങ്സ്, അങ്ങനെ സ്പെസിഫിക് പർപ്പസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ട്രഡീഷണൽ മെത്തേഡിൽ. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടിയുടെ സ്പീഡ് അനുസരിച്ച് കുട്ടിക്ക് എത്ര ടൈം വേണമെങ്കിലും എടുക്കാം ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഏജിലുള്ള കുട്ടികളായിരിക്കും ട്രഡീഷണൽ മെത്തേഡിൽ ഓരോ ക്ലാസ്സിലും. മോണ്ടിസോറി മെത്തേഡിൽ ഒരു ഏജ് സ്പാൻ ആണ് 3 to 6 years വരുന്ന
ഏജ് സ്പാനിലുള്ള കുട്ടികളായിരിക്കും. വെർട്ടിക്കൽ ഏജ് ഗ്രൂപ്പിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ. അതായത് മിക്സഡ് ഏജ് ഗ്രൂപ്പ് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡുമായിട്ടുള്ള നമ്മൾ കമ്പാരിസൺ മെയിൻ ആയിട്ട് പറഞ്ഞു പോയത്. പിന്നെ ഡോക്ടർ മോണ്ടിസോറി ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത സ്കൂളായിരുന്നു കാസാഡി ബാംപിനി. അത് ഇറ്റലിയിലെ സാൻ ലൊറൻസോ എന്നുള്ള ഒരു സ്ലം ഏരിയയിലായിരുന്നു. 1907 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ആ 2 ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് 3rd യൂണിറ്റ് കാര്യമായി ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലെ, അവിടെ നെസസറി കണ്ടീഷൻസ്, കുട്ടികളുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് വേണ്ടത് നെസസറി കണ്ടീഷൻസ് 2 എണ്ണമായിരുന്നു. ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പയർ ചെയ്ത എൻവയോൺമെന്റ്, രണ്ടാമത്തത് ഫ്രീഡം. ഈ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് ഒരു കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഇന്റേണൽ എയ്ഡ്സ് ഉണ്ട്, അവരെ ഈ ഒരു ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ, ഈ ഒരു പ്രോസസ് നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ അവരെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 എയ്ഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് സെൻസിറ്റീവ് പീരീഡ്. അവരുടെ ആ ഒരു പീരീഡ് സെൻസിറ്റീവ് ആണ്. അവർ എൻവയോൺമെന്റുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും സറൗണ്ടിങ്സുമായിട്ട്. പിന്നെ രണ്ടാമത്തത് അബ്സോർബൻ മൈൻഡ് ആണ്. ഒരു എന്ത് കണ്ടാലും അതങ്ങ് വലിച്ചെടുക്കും, അതങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അതുപോലത്തെ ഒരു മൈൻഡാണ്. കാണുന്നതും കേൾക്കുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും ടച്ച് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതും എല്ലാം അവര് അബ്സോർബ് ചെയ്യും. ഓക്കെ, ആ ഒരു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, നാച്ചുറൽ ആയി തന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റ് ആ ഒരു പ്രോസസ്സ് നടക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വർക്ക് ടു പ്ലേ ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മെറ്റീരിയൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അവർക്കത് ഒരു ഗെയിം ആയിട്ട്, ഒരു പ്ലേ ആയിട്ട് തോന്നും, ബട്ട് ആക്ച്വലി ദേ ആർ വർക്കിംഗ് അല്ലെ, അവർ ആക്റ്റീവ് ആയിരിക്കുവാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ത്രൂ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ദേ ബിക്കം നോർമൽ അല്ലെ, അങ്ങനെ അവർ നോർമൽ ആകുകയാണ്. ഒരു നോർമൽ എന്നുള്ളത്, അതായത് നോർമലൈസേഷൻ എന്നൊരു പ്രോസസ്സിലേക്ക് ആകുകയാണ്. ആ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ്, എല്ലാ സബ്ജക്റ്റിലും ടോപ്പ്, പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ചെയ്തു തീരുന്നു, അങ്ങനെയല്ല. അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി, നോർമൽ കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് എന്നാണ് മീനിങ്. അതായത് ചുറ്റുപാടുമുള്ളവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവന് കിട്ടിയിരിക്കുന്ന വർക്ക് അവൻ നല്ല രീതിയിൽ അവന്റെ ആ ഒരു പൊട്ടൻഷ്യൽ അവന്റെ സ്പീഡിൽ ചെയ്തു തീർക്കുന്നു. അതാണ് ശരിക്കും നോർമലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഡോക്ടർ മോണ്ടിസോറി ഉദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടാണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. മറിയ മോണ്ടിസോറി പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു മനുഷ്യൻ അവനവനെ തന്നെ ബിൽഡ് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത് ത്രൂ വർക്കിങ്ങിലൂടെയാണ്, ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് അല്ലേ. മിക്കവാറും ഞാൻ എക്സാമിന് ചോദിക്കാറുണ്ട്, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ ഡാഷ് വർക്കിംഗ്, അതായത് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെയാണ്. ഓക്കെ, നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മള് ഡെയിലി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം ഫുൾ അങ്ങ് റെസ്റ്റ് കിട്ടുകയാണ്, ഒരു ദിവസം 2 ദിവസമൊക്കെ. അടുത്ത വീട്ടിലൊരു കല്യാണമൊക്കെ വരുമ്പോഴേക്കും വീട്ടിലൊന്നും ചെയ്യേണ്ട, നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് കഴിക്കാം. ആകെ നമ്മൾ ടയേർഡായി പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മുടെ ഒരു എക്സസൈസും ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ മൂവ്മെന്റ് ആണ് നമ്മളെ ആക്റ്റീവ് ആക്കി മാറ്റുന്നത്. നമ്മുടെ എനർജിക്ക് കാരണം നമ്മുടെ മൂവ്മെന്റ് ആണ്. നമ്മുടെ ബോഡി, നമ്മുടെ കൈയും കാലും ഒക്കെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമ്മള് അഡൾട്ടിന്റെയും ചൈൽഡിന്റെയും ആ ഒരു വർക്കിന്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. അഡൽട്ട് ചെയ്യുന്ന പോലെയല്ല കുട്ടി ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞു. കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണം, ബട്ട് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. വാരിക്കൊരു ഫ്രീഡം അല്ല, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അങ്ങനെ ഈ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഇവരിൽ സെൽഫ് ഡിസിപ്ലിൻ, അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ ഈ ഫ്രൂട്ട്സ് ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡത്തിന്റെ ഒരു പീക്ക് അല്ലെ, ആ ഒരു ലിബർട്ടിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. ദെൻ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ. ഇങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനുള്ള ഒരു ഫ്രീഡവും നല്ലൊരു പ്രിപ്പയർഡ് എൻവയോൺമെന്റും കിട്ടുമ്പോൾ കുട്ടി വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. സോ അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും. പിന്നെ റിപ്പറ്റീഷനിലൂടെയാണ് അവരുടെ സെൽഫ് കൺസെപ്റ്റ്, അവരുടെ വില്ല്,
വിൽ പവർ, പേഴ്സണാലിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻ വരുന്നത്. പിന്നെ ഒബീഡിയൻസ്, ഇതെല്ലാം തന്നെ എങ്ങനെ ഉണ്ടാവുകയാണ്. പിന്നെ കുട്ടികള് ഇന്റലിജൻസ് ഫോം ചെയ്യുന്നു. പിന്നെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയുടെയും ഡെവലപ്മെന്റ്. ഇനി ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും പേജ് നമ്പർ എനിക്കറിയില്ല കേട്ടോ, യൂണിറ്റ് 3 ആണ്. ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം? അവരെ റിയൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ റിയൽ സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം, നറേറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അവരെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ, അതാണ് അവർക്ക് വേണ്ടത്. എന്നാലാണ് അവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിരിക്കും മോണ്ടിസോറി മെത്തേഡ്. ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യുക. പിന്നെ അവർക്ക് പല കാര്യങ്ങളുമായിട്ട് അവർക്ക് അറിവും നോളജും ട്രൂത്തും എല്ലാം അവർക്ക് അക്വയർ ചെയ്യാനായിട്ട് അവർക്ക് വൈഡ് ആക്സസ്, എല്ലാ കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റുമായിട്ടൊരു വൈഡ് ആക്സസ്. റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക, റിയൽ സ്റ്റോറീസ് നറേറ്റ് ചെയ്ത് കൊടുക്കുക, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക വിത്തിൻ ദ ലിമിറ്റ്സ്. പിന്നെ റിയൽ തിങ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അവർ ചെയ്യാനായിട്ട്. പിന്നെ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് തൊട്ട്, ടാൻജിബിൾ ഒബ്ജക്ട്സ് കാണാൻ പറ്റുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്നത്. എല്ലാ മെറ്റീരിയൽസും അങ്ങനെയല്ലേ. വെയിറ്റ് കുട്ടി മനസ്സിലാക്കുന്നത് 2 ഡിഫറെന്റ് സൈസിലുള്ള ക്യൂബ് കയ്യിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റെയറിന്റെ ആ 2 ഡിഫറെന്റ് ക്യൂബോയിഡ്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ടോ കുട്ടിക്ക് വെയിറ്റ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. അങ്ങനെ കോൺക്രീറ്റ് ഒബ്ജക്ട്സിലൂടെയാണ് അവർ പല ഡയമെൻഷൻസും പല മെഷർമെന്റ്സും മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ആ ചാപ്റ്ററില് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, മറിയ മോണ്ടിസോറി 2 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ചോദിക്കാം, എത്ര സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആ സ്റ്റേജസിനെ മറിയ മോണ്ടിസോറി അഗെയിൻ 4 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ചോദിക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. സ്റ്റേജസ് 2 ആണ്, പീരിയഡ് 4 ആണ്. അത് ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നും അറിയപ്പെടും. 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. ആ ഒരു രീതിയിലാണ് 2 സ്റ്റേജസ് 4 പീരിയഡ്സ്. ആ 4 പീരിയഡ്സിനെ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നും അറിയപ്പെടും. പിന്നെ ഞാൻ ഏജ് വൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും ഫ്രം മൈ പോർഷൻ ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അതായത് അതൊരു ജനറൽ കൺസെപ്റ്റ് ആയിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഈ ഒരു പ്രായത്തിൽ ഇത് തന്നെ എല്ലാ കുട്ടികളിലും ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സോ ഞാൻ ഏജ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കില്ല ഫ്രം മൈ സൈഡ്. അതുകൊണ്ട് ആ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിൽ നിന്ന് എത്ര പീരീഡ് അല്ലെങ്കിൽ എത്ര സ്റ്റേജ്, എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ്, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് 4th ചാപ്റ്റർ ആണ് സെൽഫ് കൺസ്ട്രക്ഷൻ. ഇതൊന്നും സെൽഫ് കൺസ്ട്രക്ഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ഏജ് വൈസ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഏജ് വൈസ് ഒന്നും ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബാച്ചിനാണ് അത് ഒന്ന് റീഡിസൈൻ ചെയ്ത് തന്നേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യാം. മോക്ക് ടെസ്റ്റ് കിട്ടിയത് ചെയ്ത് നോക്കിയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മളൊക്കെ അറിയാം. 2 ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, സെൻസിറ്റീവ് പീരീഡും അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡും. ഒരു കുട്ടിയുടെ ലൈഫിന്റെ ബ്ലോക്സ് ആണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സെൻസിറ്റീവ് ടു ഓർഡറില് കുട്ടി ആ ഒരു സമയത്ത് കുട്ടി ചെയ്യുന്നത് പലപ്പോഴും ഓരോ സാധനങ്ങളും അതിന്റെ പ്ലേസിൽ തന്നെ വെക്കുന്നു. പിന്നെ ഒരു പോസിറ്റീവ് വേ ആയിരിക്കും. ഓരോ കോമൺ തിങ്സ് ഒക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ കുട്ടിയിൽ നിന്ന് വരും. പിന്നെ അൺഫെമിലിയർ ആയിട്ടുള്ള, കാരണം നമുക്കറിയാം സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ, പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. ഒരു ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. അത് നമ്മളൊരു എക്സാമ്പിൾ പറയാൻ മോണ്ടിസോറി പറയുന്നുണ്ടായിരുന്നു. പിന്നെ സെൻസസ്, ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. അതില് ടങ് ആൻഡ് ഹാൻഡ്, അത് ഒരു മാൻസ് ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ടങ് ആൻഡ് ഹാൻഡ്സ്. ചിലപ്പോ ടങ് ആൻഡ് ഡാഷ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡാഷ് ആൻഡ് ഡാഷ് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ടങ് ആൻഡ് ഹാൻഡ്സ്.
they are intimately connected with intelligence than any other part of body. മറ്റു പാർട്സും നമ്മളുടെ ഇന്റലിജൻസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കുട്ടിയുടെ ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആകുന്നത് ടങ്കും ഹാൻഡ്സും. പിന്നെ സെൻസറി എഡ്യൂക്കേഷനിലൂടെയാണ് കുട്ടിയുടെ വ്യൂസ്, പല പെർസെപ്ഷൻസും പല കാര്യങ്ങളും കുട്ടി മനസ്സിലാക്കുന്നത് ത്രൂ സെൻസറി എഡ്യൂക്കേഷൻ, അതായത് ത്രൂ യൂസിങ് സെൻസസ്. സ്മോൾ ഒബ്ജക്ട്സ്, ആ ഒരു 10 ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മതി. എക്സാമിന് അതിൽ നിന്ന് ഏതെങ്കിലും 2 or 3 ക്വസ്റ്റ്യനെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുള്ളൂ. വേറെ കാരണം ഈ ഒരു ഫുൾ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏജ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. പിന്നെ മാൽ നറിഷ്ഡ് എൻവയോൺമെന്റ് ആണെങ്കിൽ കുട്ടിക്ക് ഡീഫോർമേഷൻ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ പറഞ്ഞു. പിന്നെ അബ്സോർബൻ മൈൻഡ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റേജസിലാണ്. എത്ര സ്റ്റേജസ് ആണെന്ന് ചോദിക്കാം. അബ്സോർബൻ മൈൻഡ് 2 സ്റ്റേജസ് ആണ്. അൺകോൺഷ്യസ് സ്റ്റേജും കോൺഷ്യസ് സ്റ്റേജും. അൺകോൺഷ്യസ് സ്റ്റേജ് 0 to 3 years ആണ്. കോൺഷ്യസ് മൈൻഡ് ഒരു 3 to 6 years. ആഫ്റ്റർ 6ഉം എല്ലാം കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിൽ മൈൻഡ് ശരിക്കും ഫോം ആയിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല. ശരിക്കും ആ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നത് കോൺഷ്യസ് സ്റ്റേജ് ആകുമ്പോഴാണ്. ഇതൊക്കെയാണ് ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷനിൽ വരുന്നത്. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് 3 or 4 ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നതുകൊണ്ട് മേ ബി അതിൽ കൂടുതൽ ചോദിക്കാം. നെക്സ്റ്റ് യൂണിറ്റ് 7 ആണ്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഞാൻ ജസ്റ്റ് ആ ഒരു 10 വരെയുള്ള യൂണിറ്റ്സ് എടുത്തു പോയിട്ട് പിന്നെ ബാക്ക് ടു അതർ യൂണിറ്റ്സ് അത് ചെയ്യാം കേട്ടോ. പാർട്ട് 4 ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് പറയാം. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒരു ബേസിക് എലമെന്റ്സ്, ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഫ്രീഡം, സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, ബ്യൂട്ടി ആൻഡ് അറ്റ്മോസ്ഫിയർ, പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽ, പിന്നെ കുട്ടികളുടെ കമ്മ്യൂണിറ്റി ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രീഡത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടും, അതാണ് ഫ്രീഡത്തിന് പറയുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, രണ്ടും ഡിഫറെന്റ് അല്ലേ. നമുക്ക് കുറെ കാര്യങ്ങൾ ഇഷ്ടമുണ്ടാവും, പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം. രാത്രി ഉറക്ക പാട്ട് പാടണമെന്ന് തോന്നും, ഉറക്ക കൂവണമെന്ന് തോന്നും. അത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു എൻവയോൺമെന്റിലാണെങ്കിൽ നമ്മൾ ചെയ്യില്ല. ആ ഒരു സെൻസ് നമുക്കുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല, ഡൂയിങ് വാട്ട് വി ലൈക്ക് അല്ല, വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡത്തിന്റെ ലിമിറ്റ്സും ആ കുട്ടി ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടി എന്തിനെയെല്ലാം റെസ്പെക്ട് ചെയ്യുന്നു, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നു, മെറ്റീരിയലിനെ റെസ്പെക്ട് ചെയ്യുന്നു, എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു, അവനവനെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെ. ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് അൺകണ്ടീഷണലി, അതൊരു കുട്ടിയുടെ റൈറ്റ് തന്നെയാണ്. ഏതൊരു കുട്ടിയുടെ, മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടി മാത്രമല്ല, ഏതൊരു കുട്ടിയുടെ ഒരു റൈറ്റ് തന്നെയാണ്. ചോദിക്കാനുള്ളത് മോണ്ടിസോറി മെത്തേഡിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിയാലിറ്റിയും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. മോണ്ടിസോറി മെത്തേഡിന്റെ കൺസെപ്റ്റ് അത് കണക്റ്റഡ് വിത്ത് റിയാലിറ്റി ആൻഡ് നേച്ചർ. മോണ്ടിസോറി മെറ്റീരിയൽസും ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് റിയാലിറ്റി. നാച്ചുറൽ തിങ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ മെറ്റീരിയൽസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസിന് ഡെമോൺസ്ട്രേഷൻ കൊടുക്കും. അതായത് ഫണ്ടമെന്റൽ ലെസൺസ് ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്.
അപ്പൊ അത് ചോദിക്കാം, എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഫണ്ടമെന്റൽ ലെസൺ. ഫണ്ടമെന്റൽ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കൊടുക്കുന്നത്. ഈവൻ ഞാനിപ്പോ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കൊടുക്കുമ്പോഴും ആക്ടിവിറ്റി ചെയ്യാനായിരിക്കും കൂടുതൽ സമയം എടുക്കുന്നത്. അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ വളരെ ചുരുക്കിയായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് ആ മെറ്റീരിയലിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് കുട്ടിക്ക് പ്രസന്റ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ ലെസൺ അല്ലെങ്കിൽ ഡെമോ എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 3 എണ്ണമാണുള്ളത്: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. പിന്നെ മെറ്റീരിയൽസ് നമ്മൾ കുട്ടികൾക്ക് ഡെമോ ചെയ്ത് കൊടുക്കുമ്പോൾ സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്കാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത്. ആദ്യമേ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കി കോംപ്ലക്സ് ആക്കി നമ്മൾ വെക്കില്ല. അതിന്റെ യൂസേജ് ആദ്യം വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ അതിനെ കോംപ്ലക്സ് ലെവലിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത് പലതും. നോബ്ഡ് സിലിണ്ടർ നമ്മൾ ആദ്യം ഒരു സിലിണ്ടർ ചെയ്യും, പിന്നെ രണ്ടാമത്തെ ചെയ്യും, മൂന്നാമത്തെ ചെയ്യും, നാലാമത്തെ ചെയ്യും, പിന്നെ 4 കൂടെ ഒരുമിച്ചുള്ള ഫീച്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. ആദ്യം തന്നെ 4 കൊണ്ടുവന്ന് ഇവരുടെ മുന്നിൽ വെച്ചു കൊടുക്കില്ല. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുവാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ്. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. ബാക്കി എന്തുണ്ടായിക്കോട്ടെ, ഒബ്സർവേഷൻ ആണ് മെയിൻ ആയിട്ട് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടത്. പിന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോള് ഒരു പ്രിഫയറർ ആണ്, ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ്, എക്സംപ്ലർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയൊക്കെ ആ ഒരു യൂണിറ്റിന്ന് വരുള്ളൂ. മെറ്റീരിയൽസിനെ കുറിച്ചും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെ ആയിരിക്കണം, അവർക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്താണ്, അവരുടെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതിനകത്ത് വരുന്നത്. ഇത്രയുമാണ് ആ ഒരു യൂണിറ്റിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 10 ആണ് മോണ്ടിസോറി ടേംസ്. അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. മോണ്ടിസോറി ടേംസിന്റെ ക്ലാസ് എടുത്തോ എന്നൊക്കെ എന്നോട് ആരൊക്കെയോ ചോദിച്ചു. എനിക്കൊരു സംശയം, ഇനി എടുത്തില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നി. ഞാനാ ചോദിച്ചത്. കുഴപ്പമില്ല, കാരണം പേര് ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സംശയമായിരുന്നു. ഞാൻ ഇനി സ്കിപ്പായി പോയി. കാരണം എന്റെ ഓർമ്മയിൽ എടുത്തു എന്നുള്ളൊരു ഓർമ്മയായിരുന്നു. എടുത്തതായിട്ടാണ്. എടുത്തില്ലേ ഞാൻ? ആ മിസ് എടുത്തിട്ടുണ്ട്. ക്ലാസ് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ കണ്ടു. നോ പ്രോബ്ലം. നമുക്കത് ഫുൾ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം അതിന് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം മറിയ മോണ്ടിസോറി കുറെ കോണ്ടെക്സ്റ്റിൽ നിന്ന് കുറെ ടേംസ് കടമെടുക്കുക ചെയ്തത്. ആ കോണ്ടെക്സ്റ്റിൽ ആ ടേം എന്താണെന്നുള്ളത് നമ്മൾക്കൊരു ഐഡിയ കിട്ടിയാൽ മതി, അല്ലാണ്ട് അത് പഠിക്കുകയൊന്നും വേണ്ട. അതായത് ബയോളജി എടുത്തിട്ടുണ്ട്, കെമിസ്ട്രി എടുത്തിട്ടുണ്ട്, ഫിസിക്സ് എടുത്തിട്ടുണ്ട് പല ടൈം. നമുക്ക് എന്തുകൊണ്ട് ആ ടേം മോണ്ടിസോറിയില് മെത്തേഡിൽ മറിയ മോണ്ടിസോറി അത് എടുത്തു എന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. കാരണം മറിയ മോണ്ടിസോറിക്ക് ചില കാര്യങ്ങള്, ചില സ്പാർക്ക്, ചില സ്റ്റിമുലേഷനൊക്കെ എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ടേംസ് പല ഏരിയയിൽ നിന്നും കടമെടുക്കുകയാണ് ചെയ്തത്. കുറെ ടേംസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. എക്സാമിന് മിക്കപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി അഡാപ്ഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊരുത്തപ്പെടുക അല്ലെ, അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒരാൾ മാത്രം കഷ്ടപ്പെട്ട് ഒരു ഇഷ്ടമില്ലാതെ സഹികെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക് ആണ്. അല്ലാണ്ട് ചുമ്മാ കോംപ്രമൈസ് ചെയ്യലോ ഒരു ഇഷ്ടവുമില്ലാതെ ഫോഴ്സ്ഫുള്ളി ഉള്ള അഡ്ജസ്റ്റ്മെന്റോ ഒന്നുമല്ല. നമ്മൾ ഇഷ്ടത്തോടെ താല്പര്യത്തോടു കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാൾ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഡെവലപ്മെന്റിന്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള
ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ്. നമ്മളുടെ പല സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകും അല്ലെ. ഫിസിക്കൽ ആയിട്ടുണ്ടാകും, സൈക്കോളജിക്കൽ ആയിട്ടുണ്ടാകും, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകും, ലാംഗ്വേജിൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. അങ്ങനെ പല രീതിയിൽ നമ്മൾ അഡൾട്ടൊക്കെ ആയി കഴിയുമ്പോൾ ചില സ്കിൽസ് ഒക്കെ നമുക്കുണ്ടാവും. ആ സ്കില്ലിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. ചിലർക്കത് പ്രസന്റേഷനിലായിരിക്കും ആ സ്കില്ല്, ചിലർക്ക് കമ്മ്യൂണിക്കേഷനിലായിരിക്കും, ചിലർക്ക് ലിസണിങ്ങിലായിരിക്കും. അങ്ങനെ നമ്മൾക്കുള്ള സ്കില്ലിനെ നമ്മൾ വീണ്ടും മൂർച്ച കൂട്ടും, ഡെവലപ്പ് ചെയ്തെടുക്കും. അതെല്ലാം ഈ ഒരു ഡെവലപ്മെന്റിൽ വരും. മിസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണോ പറയുന്നത്? അല്ല, ഞാൻ മോണ്ടിസോറി ടേംസാ പറയുന്നത്. യൂണിറ്റ് 10 പാർട്ട് 3 ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നിങ്ങൾക്ക് ആരാ എടുത്തേ? ഞാൻ എടുത്ത ടോപ്പിക്സ് ആണ് ഞാനിപ്പോ റിവിഷൻ ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ ഏരിയയിലേക്കും ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ ഗൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് നമ്മളെ പുഷ് ചെയ്ത് ആ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തും. ആ ഒരു ബേസിക് ഫോഴ്സിനെ എലാൻ വിറ്റാൽ എന്നൊരു പേരിട്ട് വിളിച്ചിരുന്നു ഡോക്ടർ മറിയ മോണ്ടിസോറി. അതിനെ ആ ഒരു ഫോഴ്സിനെ വിളിച്ച പേരാണ് ഹോം, HORME, ഹോം. ഈ ഒരു ഫോഴ്സിനെ വേറൊരു ഫിലോസഫർ അതിനെ എലാൻ വിറ്റാൽ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ടേമാണ് വൈറ്റൽ ഫോഴ്സ്, ലൈഫ് ഇമ്പൾസ്. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു, എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അല്ലെങ്കിൽ ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്നർ ഗൈഡ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ആ ഒരു ഇന്നർ ഗൈഡ് ഉണ്ട്. ആ ഒരു ഇന്നർ ഗൈഡ് ഉള്ളത് കൊണ്ടാണ് അവരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എലാൻ വിറ്റാലിന് പേരിട്ട ആ എനർജിനെ ഡോക്ടർ മോണ്ടിസോറി ഹോം എന്നാണ് വിളിച്ചത്. ജസ്റ്റ് ലൈക്ക് കണക്റ്റഡ് വിത്ത് നമ്മുടെ ഹോർമോൺസ്. ഓക്കെ, ഈ ഹോം ഇങ്ങനെ ഒരു ഫോഴ്സ്, ഈ ഒരു ഫോഴ്സാണ് നമ്മളെ കൊണ്ട്, നമ്മൾക്ക് എല്ലാ മനുഷ്യരിലും ഓരോ കഴിവുകൾ ഉണ്ടാവും അല്ലെ. ആ കഴിവുകൾ സമയത്ത് പ്രയോഗിക്കുക എന്നൊരു കാര്യമുണ്ട്. ടീച്ചേഴ്സാണ് പൊതുവെ കുട്ടികളുടെ ഉള്ളിലെ കഴിവ് പെട്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പൊ ടീച്ചർമാർ അവരെ ട്രിഗർ ചെയ്യും അല്ലെ. അപ്പൊ പുറത്തു നിന്നുള്ളൊരു ഫിസിക്കൽ ഫോഴ്സ് ആണ് ശരിക്കും അതിന്റെ റോളാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. ഇത് കൂടാതെ കുട്ടികളുടെ ഉള്ളിലുണ്ട് ഒരു ഫോഴ്സ്, അത് ചെയ്യുക, നീ അത് ചെയ്യുക, നിനക്കത് പറ്റും എന്നുള്ളത്. ഞാനിവിടെ 3 ടേംസിനെ ഒരുമിച്ചങ്ങ് കണക്ട് ചെയ്യാണ്. അപ്പൊ ഹോമിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് നീമി എന്നുള്ള മെമ്മറിയാണ്. നീമി ഹോമിനെ ഓർമ്മപ്പെടുത്തും ഈ മനുഷ്യന് ഈ ഒരു കഴിവുണ്ട്, അയാളെ കൊണ്ട് അത് പുഷ് ചെയ്ത് ചെയ്യിക്കൂ. അങ്ങനെ ഹോം ആ ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഈ ഫോഴ്സ് കൊടുക്കാൻ ഹോമിനെ ഓർമ്മപ്പെടുത്തുന്ന മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. ജനറ്റിക് മെമ്മറിയാണ് നീമി. ഇനി അപ്പോ ഈ ഒരു കഴിവെന്ന് പറഞ്ഞല്ലോ, ഹോം പുഷ് ചെയ്ത് ഫോഴ്സ് കൊടുത്ത് ആ കഴിവ് പുറത്ത് കഴിവിനെ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കഴിവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആ സ്കില്ല് യൂസ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ, ആ ഒരു കഴിവിന് പറയുന്ന പേരാണ് നെബുലൈ. ഇത് മൂന്നും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായോ? എല്ലാ മനുഷ്യരുടെയും ഉള്ളിലും പൊട്ടൻഷ്യൽസ് ഉണ്ട്. ആ പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് നെബുലൈ. ഈ പൊട്ടൻഷ്യൽ ആളുകൾ സമയത്ത് യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനൊരു ഫോഴ്സ് കൊടുക്കണം. ഇപ്പോ വരയ്ക്കുന്ന ഒരാളാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്താലും വരയ്ക്കുന്നില്ല. അപ്പൊ നിനക്കത് പറ്റും, വരയ്ക്കൂ എന്ന് പറഞ്ഞൊരു ഇന്നർ ഗൈഡ് ഇതിനെ ഫോഴ്സ് ചെയ്യും. ആ ഫോഴ്സ് ആണ്, ആ ഒരു എനർജിയാണ്, ആ ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. ഹോമിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് ഒരു മെമ്മറിയാണ്, നീമി എന്നുള്ള ഒരു ജനറ്റിക് മെമ്മറി. ഈ മനുഷ്യൻ ഈ കഴിവുണ്ട്, അയാളെ കൊണ്ട് അത് ചെയ്യിക്കൂ എന്ന് പറഞ്ഞിട്ട് നീമി ഹോമിനെ ഫോഴ്സ് ചെയ്യും. അങ്ങനെയാണ് മറിയ മോണ്ടിസോറി ഈ 3 ടേമിനെ കണക്ട് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എഡ്യൂക്കേഷൻ. മറിയ മോണ്ടിസോറി വെച്ചിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു സബ്ജക്റ്റിനെയോ അങ്ങനെയോ മാർക്കിനെയോ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യണം. എഡ്യൂക്കേഷൻ ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ്, അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. ഹോർമോൺസ്, അതാണ് ആ ഫോഴ്സ് ഹോം എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഹോം എന്ന് പറയുന്നത് ഒരു വൈറ്റൽ എനർജിയാണ്, ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യിക്കാനുള്ള ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യിക്കാനുള്ള ഒരു വൈറ്റൽ എനർജിയാണ് ഹോം. ഇനി ഈ ഒരു വൈറ്റൽ എനർജി ഇത് സംടൈംസ് ഈ കുട്ടികളിലൊക്കെ ചിലപ്പോൾ അത് ഭയങ്കര ഡിസോർഡർഡ് ആയിട്ടും ക്രൗഡഡ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. അതാണ് ഇങ്ങനെ നമ്മള്
ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പൊ എന്താ ചെയ്യുന്നത്, അവരുടെ ആ ഒരു എനർജീനെ പോസിറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യും. അപ്പൊ നല്ല ഔട്ട്കം കിട്ടും. അപ്പൊ ഈ ഹോം എന്ന് പറയുന്നത് ശരിയായ രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു റിസൾട്ട് ആയിരിക്കും. പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞു ഈ അനിമൽ ബേബീസിനെക്കാളും ഹ്യൂമൻ ബേബീസ് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബേബീസ് വളരെ ഇൻകേപ്പബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു അറ്റ് ബർത്ത്, ജനിക്കുമ്പോ തന്നെ. അപ്പം അനിമൽ ബേബീസിന് അവരുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അവരുടെ ആ ഒരു കഴിവുകൾ അവരുടെ ഉള്ളിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുണ്ട്, ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യും. പക്ഷെ ഹ്യൂമൻ ബേബീസിൽ അനിമൽ ബേബീസിലുള്ള ഇൻസ്റ്റിങ്ക്റ്റിന് പകരമുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അത് ജനിക്കുമ്പോ തന്നെ ഡെവലപ്പ് ആകുന്നില്ല, സമയമെടുത്താണ് ഡെവലപ്പ് ആകുന്നത്. ആ അനിമൽ ബേബീസിലെ ഇൻസ്റ്റിങ്ക്റ്റ്, അവരുടെ ആ ഒരു ജന്മസിദ്ധമായ ചില കഴിവുകൾ നമ്മൾ പറയില്ലേ, അവരുടെ ആ ഒരു എന്തായിട്ട് പറയണത്, സ്വഭാവ സവിശേഷതകൾ എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അനിമൽ ബേബീസിൽ ജന്മനാ തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യരിൽ അത് ജന്മനാ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ആ ഒരു പൊട്ടൻഷ്യൽ. അതിനെയാണ് നെബുല എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പറയുന്നത്. മറിയ മോണ്ടിസോറി അതിനെ നെബുല എന്നുള്ള പേര് ചൊല്ലി വിളിച്ചു. ഇനി നീം എന്ന് പറയുന്നത് ഒരു പ്രിവാലന്റ് ഫോം ഓഫ് മെമ്മറിയാണ്. അത് ഫസ്റ്റ് 3 years അത് അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. നമ്മൾ അബ്സോർബന്റ് മൈൻഡ് പറഞ്ഞാൽ അത് തന്നെയാണ് ഇത്. അത് കഴിയുമ്പോഴേക്കും ആഫ്റ്റർ 3 years അത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് മാറും. പിന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്, ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മുഴുവനും അബ്സോർബ് ചെയ്ത് അത് കുട്ടിയുടെ ഉള്ളില് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. പിന്നെ ഈ നീമി എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അതായത് പ്ലാന്റ് ലൈഫിലും ഉണ്ട്, അനിമൽ ലൈഫിലും ഉണ്ട്. പ്ലാന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഫ്ലോറയിലും ഉണ്ട്. അനിമൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഫോൺ. അങ്ങനെ എല്ലാ ജീവജാലങ്ങളിലും നീമി ഉണ്ട്. ഈ 2 kinds ഓഫ് നീമി ഉണ്ട്. അത് ഇപ്പൊ പറഞ്ഞു, പ്ലാന്റ് ലൈഫിലും അനിമൽ ലൈഫിലും എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ടൈപ്പ് സൈക്കിക് നീമി, അതായത് മനസ്സുമായിട്ട് അതെന്ന് പറയുന്നത് അനിമൽസിലും പിന്നെ മനുഷ്യരിലുള്ളത് സെപ്പറേറ്റ് ആണ്. അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞ അനിമൽസിൽ ഇൻബോൺ ആയിട്ട് ചില പാറ്റേൺസ് ഉണ്ട്, ഇൻസ്റ്റിങ്ക്റ്റ്. പ്ലാന്റ് ലൈഫിൽ അതില്ല, മനുഷ്യരിൽ അത് ഉള്ളതാണ് ഈ ഒരു പൊട്ടൻഷ്യൽ നെബുലയായിട്ട് പുറത്തു വരുന്നത്. ആ ഒരു ഇൻബോൺ പാറ്റേണിനെ പൊട്ടൻഷ്യൽ ആണ്. അതിന് പൊട്ടൻഷ്യൽ നമ്മൾ കോമൺ ആയിട്ട് പറയും. ഡോക്ടർ മോണ്ടിസോറി കടമെടുത്ത വാക്കാണ് നെബുലെ. പിന്നെ മാൻ ഈസ് ബോൺ ഫ്രീ. അങ്ങനെ ആ ഒരു ഫ്രീ എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ ജനിച്ചിരിക്കുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നെബുല എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ എനർജി സോഴ്സസ്, ഇങ്ങനെ കുറെ സ്റ്റാർസിന്റെ ആ ഒരു എനർജി കൂട്ടങ്ങൾ, അതിനെയാണ് നെബുല എന്ന് പറഞ്ഞിരുന്നത്. ഡോക്ടർ മോണ്ടിസോറി അതിനെ മനുഷ്യന്റെ ആ ഒരു പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്തു. ഇത്രയൊക്കെയാണ് അതിൽ ചോദിക്കാവുന്ന ചില കാര്യങ്ങൾ. പിന്നെ നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം പറയുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി പോലെയാണ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ അതും റെസ്റ്റ് ചെയ്യും, അതും അങ്ങ് ഉറങ്ങും, അതും റെസ്റ്റ് ചെയ്യും. പക്ഷെ 24 മണിക്കൂറും പണിയെടുക്കുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് വെൻ വി സ്ലീപ്. പിന്നെ കുറച്ച് ഡിഫറൻസസ് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിലും അത് പഠിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ടേംസിൽ. മനുഷ്യർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാകും, നമുക്കറിയാം. ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് ഐസ്, കളർ ഓഫ് ഹെയർ, പിന്നെ ടെക്സ്ചർ ഓഫ് ഹെയർ, പിന്നെ കൈയുടെയും കാലിന്റെ ഷേപ്പ്, നടക്കുന്നത്, മൗത്തിന്റെ നോസിന്റെ ഷേപ്പ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സംസാരിക്കുന്ന രീതി, നടക്കുന്ന രീതി, ഹെയർ സ്റ്റൈല്. മെന്റൽ ഡിഫറൻസിൽ വരുന്നതാണ് ഇമാജിനേഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ബുദ്ധിയുമായിട്ടൊക്കെ കുറെ കണക്റ്റഡ് ആവുന്നതാണ് മെന്റൽ ഡിഫറൻസിൽ വരുന്നത്. അതിൽ പക്ഷെ IQ ലെവൽ അനുസരിച്ച് ആളുകളെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അങ്ങനെയുള്ള വേർഡൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ മോട്ടർ എബിലിറ്റി, നമ്മുടെ മൂവ്മെന്റിന്റെ ഡിഫറൻസ്. അത്
ചിലർക്ക് ഭയങ്കര സ്പീഡായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ, ചിലർക്ക് വളരെ സ്ലോ ആയിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും, പലർക്കും പല കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവരുടെ അഭിരുചി വേറെ ആയിരിക്കും, ആപ്റ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. പിന്നെ ആപ്റ്റിറ്റ്യൂഡിന്റെ ഡിഫറൻസ്, പല ഒപ്പീനിയൻസ്, ഐഡിയാസ് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരേപോലെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ ആവണമെന്നില്ല. പല ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും. ആളുകളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, ഗ്രൂപ്പുകളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, സാധനങ്ങളോട്, പൊളിറ്റിക്കൽ അതുമായിട്ട് റിലീജിയസ് ആയിട്ടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇമോഷണൽ ഡിഫറൻസസ്, പോസിറ്റീവ് ഇമോഷൻസ് നമുക്കറിയാം, ലവ്, അഫെക്ഷൻ, അമ്യൂസ്മെന്റ്, അതെല്ലാം പോസിറ്റീവ് ഇമോഷൻസിൽ പെടും. നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചൈൽഡിഷ്, ഇമ്മച്യൂർ ആയിട്ടും അങ്ങനെയൊക്കെ വരാം. ഇത്രയുമാണ് മോണ്ടിസോറി ടേംസിൽ വരുന്നത്. അപ്പൊ ഞാൻ ആ ഒരു പാർട്ടിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ പാർട്ട് 4 അല്ലാതെ പറയണം എന്നുണ്ടോ? ജസ്റ്റ് ഞാൻ ടെൻഡൻസിയെ കുറിച്ച് പറയാം. എല്ലാ മനുഷ്യരിലുള്ള ഒരു മെയിൻ ടെൻഡൻസിയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഒരു 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് ഡോക്ടർ മോണ്ടിസോറി പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് എല്ലാം കൂടുതലായിട്ട് അറിയണം, അല്ലെ? എങ്ങനെ അറിവ് സമ്പാദിക്കുക, കൂടുതൽ ഫുഡാണെങ്കിലും യാത്രകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലോറേഷൻ. പിന്നെ ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഗ്രിഗേറിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പിൽ ആകാൻ താല്പര്യപ്പെടുക, മറ്റുള്ളവരോട് എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുക, സംസാരിക്കാൻ ഇഷ്ടപ്പെടുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? മറ്റുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഒപ്പം വന്നൊരു ടെൻഡൻസിയാണ്. പിന്നെ അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ, ആ ഒരു ടെൻഡൻസി. പിന്നെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു. പിന്നെ നമ്മൾ ക്യൂരിയസ്, ആ ഒരു അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ അറിയാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ക്യൂരിയസ് മൈൻഡ് ആകും, അല്ലെ? വൈ, ഹൗ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ടെൻഡൻസി മനുഷ്യർക്ക് ഉണ്ടാവും. ഒരു കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം. എല്ലാം ഇങ്ങനെ കണക്റ്റഡ്. കാൽക്കുലേഷൻ, റിപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൺട്രോൾ നമുക്ക് വരും. നമ്മൾ അങ്ങനെ ആ ഒരു കൺട്രോൾ വന്നു, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനും കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെയെല്ലാം വരും. ഇതെല്ലാം നമ്മുടെ ആ വർക്കുമായിട്ട് കണക്റ്റഡ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ടെൻഡൻസീസ് എല്ലാം ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർഫെക്ഷൻ ആക്കാനും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, അത് എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഡ്രസ്സ് ചെയ്യുമ്പോഴാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മളുടേതായ ഒരു സ്റ്റൈലില് അതിനെ ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ട്, നമ്മളുടേതായ ഒരു സ്റ്റൈല് വേണം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. ഇൻഡിപെൻഡൻസ്, അല്ലെ? ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു ആള് ഇൻഡിപെൻഡന്റ് ആകുമ്പോഴാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അതേസമയം ആ ഒരു ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ അവരുടെ പല ഡെവലപ്മെന്റും ഇങ്ങനെ മുരടിച്ചു പോകും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡൻസീസിൽ വരുന്നത്. സൊസൈറ്റി ഓഫ് കൊഹീഷൻ. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ. കൊഹീഷൻ എന്ന് പറഞ്ഞൊരു ഒരു ടുഗദർനെസ്, അല്ലെ? ഒരു വി ഫീൽ, നമ്മളെല്ലാരും ഒന്നാണ്. ആ ഒരു അങ്ങനെ സെൽഫിഷ് അതൊക്കെ മാറുന്നു. അതാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. അവിടെ റെസിപ്രോക്കൽ ഹെൽപ്പ് വരുന്നു. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവരെ തിരിച്ച് നമുക്കൊരു ഫേവർ, നമുക്കൊരു ഹെൽപ്പ് ആവശ്യം ഫ്യൂച്ചറിൽ വരുവാണെങ്കിൽ നമുക്ക് ആ ഹെൽപ്പ് കിട്ടും. അങ്ങനെയുള്ള ഒരു രീതി, എക്സ്പെക്ടേഷൻസ് അല്ല, പക്ഷെ അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടാവുന്നു. പിന്നെ മോറൽ ഹെൽപ്പ്, പിന്നെ ഹാർമണി, എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാവുന്നു. ഒരു ടുഗദർനെസ്, എല്ലാവരും പേഷ്യൻസ്, റെസ്പെക്ട്, അതെല്ലാം അവിടെ ഡെവലപ്പ് ചെയ്യാണ്. പിന്നെ കോപ്പറേഷൻ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടാകുന്നതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ തമ്മിൽ വോളണ്ടറി ആയിട്ട് അവരെല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു സഹകരണ മനോഭാവം.
അല്ലെ അവർക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ. അപ്പൊ അതൊരു ഫ്രീഡം അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഡിസിപ്ലിൻ അതെല്ലാം അവിടെ ആ സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. സോഷ്യൽ സെന്റിമെന്റ്, അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് ഹാപ്പി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഒക്കെ അവരിലുണ്ടാവുന്നു. ഗ്രൂപ്പിന്റെ അച്ചീവ്മെന്റ് ആയിട്ട് പല കാര്യങ്ങളും അവർ കണക്കാക്കും. ഒബീഡിയൻസ്, ക്യാരക്ടർ ഫോർമേഷൻ, ഇതെല്ലാം ഈ സൊസൈറ്റി ഓഫ് കൊഹീഷന്റെ ഭാഗമായിട്ട് ആ ഒരു എൻവയോൺമെന്റിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ അവരിൽ വരുന്നതാണ്. ഫസ്റ്റ് യൂണിറ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മാം ആ സൈക്കോളജി ഇല്ലേ, അതിന്റെ ഒന്ന് ബ്രീഫ് ചെയ്ത് തരുമോ? സൈക്കോളജി. ഓക്കെ, നിങ്ങൾക്ക് സൈക്കോളജി എടുത്തത് ഞാനാണോ? ആ അതെ അതെ. ഓക്കെ, സൈക്കോളജി. സൈക്കോ അനാലിസിന്റെ ഫൗണ്ടറായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് പറഞ്ഞത്. പിന്നെ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു മൈൻഡിന്റെയും ബിഹേവിയറിന്റെയും സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. രണ്ട് ഗ്രീക്ക് വേർഡ് ജോയിൻ ആയിട്ടാണ് സൈക്കോളജി എന്നുള്ള വേർഡ് ഉണ്ടായത്. സൈക്ക് എന്നുള്ള വേർഡിന്റെ മീനിങ് സോൾ, ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ്. അപ്പോ സയൻസ് ഓഫ് സോൾ, സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഓഫ് സോൾ. ഓക്കെ, സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റ്സിന്റെ ഒരു സൈക്കോളജി, ഇത് രണ്ടിനെ കുറിച്ചും ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ, അതിന്റെ സ്റ്റഡിയാണ് ചൈൽഡ് സൈക്കോളജി. ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ഡെവലപ്മെന്റും അവരുടെ ബിഹേവിയറും, അതാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ ലൈഫ് സ്പാൻ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എൻറ്റയർ ലൈഫ് സ്പാൻ ആണ് അതിൽ വരുന്നത്. ഇത് ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് സ്പാൻ, ആ ഒരു ജേർണി, അതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതിലെ ഒരു പാർട്ടാണ് ശരിക്കും ചൈൽഡ് സൈക്കോളജി. കാരണം കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസും അവരുടെ ബിഹേവിയറുമാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്, അങ്ങനെയാണ് HR ഷോഫർ ചൈൽഡ് സൈക്കോളജിയെ പറഞ്ഞത്. ഇനി ടീച്ചേഴ്സും സൈക്കോളജി, ആ ഒരു കണക്ഷൻ, കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാനാണ് ശരിക്കും ടീച്ചേഴ്സ് സൈക്കോളജി അറിയണമെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റില് കുട്ടികളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യും, അതാണ് ഷേപ്പ് ചെയ്യുന്നു, അതാണ് ഒരു ടീച്ചർ ചെയ്യുന്നത്. അങ്ങനെ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്നു, ശരിക്കും ആ കുട്ടികളിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. പിന്നെ ഒരു ബിഹേവിയർ പലപ്പോഴും കുട്ടികൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴുള്ള ബിഹേവിയർ ആയിരിക്കില്ല, ഒരു ഗ്രൂപ്പിലായിരിക്കും. യൂണിറ്റ് 6 അല്ലേ? അതെ 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 57. ഹലോ, പറഞ്ഞു ഷബീന. എന്താ മിസ്സേ? പറഞ്ഞോളാ, പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ യൂണിറ്റ് 6 അല്ലേന്ന് ചോദിച്ചതാ, സൈക്കോളജിയുടെ. അതെ, യൂണിറ്റ് 6 ആണ്. 7 എഡ്യൂക്കേഷൻ സൈക്കോളജി, അതിലേക്ക് നമ്മൾ വരും. ഓക്കെ, സൈക്കോളജി എന്താണ്, ചൈൽഡ് സൈക്കോളജിയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ചൈൽഡ് സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുട്ടികളുടെ ബിഹേവിയർ ഏതെല്ലാം ഫേസിൽ ടീച്ചേഴ്സ് അറിയണം, അതായത് കുട്ടികൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴുള്ള ബിഹേവിയർ, ഗ്രൂപ്പിലുള്ള ബിഹേവിയർ, അവരുടെ ജനറൽ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ, ജനറൽ ബിഹേവിയർ, ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്, ഇതെല്ലാം ഒരു ടീച്ചർ മനസ്സിലാക്കണം. എന്നിട്ട് വേണം കുട്ടിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെയാ കുട്ടിക്ക് ആക്ടിവിറ്റീസ് കൊടുക്കണം, എങ്ങനെ അവരെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള ടീച്ചർക്ക് മനസ്സിലാകുന്നത്. ഞാൻ ആ ഒരു സമയത്ത് സൈക്കോ അനാലിസ്റ്റുകളുടെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻസ് ഒക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് ഓർമ്മ. പിയാജെയുടെയും എറിക്സന്റെയും
അതുപോലെ തന്നെ ഡോസ്കി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യമൊക്കെ ഒന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാം. അതിന്ന് ക്വസ്റ്റ്യൻ വരുമോ? ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, കാരണം അതിന് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ഇടാറില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നേ ഉള്ളൂ കേട്ടോ. സൈക്കോളജി പാർട്ടിൽ നിന്ന് അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണല്ലോ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് സയൻസ് ആണ്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് സ്റ്റഡിയാന്ന് ഞാൻ പറഞ്ഞു. സോ ഇറ്റ്സ് എ സയൻസ്, ഫാക്ട് ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു അപ്ലൈഡ് സയൻസ് ആണ് അല്ലെ. അതായത് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ. പിന്നെ അതൊരു പോസിറ്റീവ് സയൻസ് ആണ്. നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ സൈക്കോളജി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്തത്. കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഉദ്ദേശം. സോ അതൊരു പോസിറ്റീവ് സയൻസ് ആണ്. പിന്നെ ഓരോ വർഷവും പല അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്. സോ അതും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊരു ഗ്രോയിങ് സയൻസ് ആണ്. പിന്നെ ജീവനുള്ള മനുഷ്യക്കുഞ്ഞുങ്ങളാണ്, അവരിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടിയിൽ അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് വേറൊരു കുട്ടിയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ കാണുന്നത്, തിയററ്റിക്കൽ രീതിയിലല്ല. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു നോർമേറ്റീവ് സയൻസ് അല്ല. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ തിയറി, എഴുതപ്പെട്ട കുറെ തിയറി, പ്രിൻസിപ്പിൾസ്, ആക്സിയംസ്, അതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള സയൻസ് ആണ് നോർമേറ്റീവ് സയൻസ്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു നോർമേറ്റീവ് സയൻസ് അല്ല, അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് കേട്ടോ. മിസ്സേ, മെയിൻ എക്സാമിന് നമുക്ക് ഈ ലിങ്കിൽ കേറാൻ പറ്റത്തില്ല, എന്ത് ചെയ്യും? അങ്ങനെ വരുമോ? എനിക്ക് പിന്നെ ടേം എക്സാം, കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. ഞാനതിൽ കയറാൻ കുറേ സമയം വെയിറ്റ്. ഇവിടെ ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. ഗ്രൂപ്പിൽ കയറുമ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ പക്ഷെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എനിക്ക് കയറാൻ പറ്റുന്നില്ല, തുടങ്ങിയില്ലേ. എനിക്കത് പറ്റുന്നില്ലായിരുന്നു. 7:35 ആയപ്പോഴേ എനിക്കത് ഓപ്പൺ ആയേ. അപ്പൊ അത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അല്ലെ? അതെ, എനിക്കതുകൊണ്ട് എല്ലാം ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. 35-നാണ് എനിക്കത് ഓപ്പൺ ആയത്. പിന്നെ എനിക്ക് ആകെപ്പാടെ അങ്ങ് ടെൻഷൻ ആയിപ്പോയി. ഇത്ര സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? 50 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് സമയമില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനുമായി. പിന്നെ പെട്ടെന്ന് എന്തൊക്കെയോ ഫസ്റ്റ് ഇതിൽ കണ്ട ഒറ്റ വായനയില് വായിച്ച് അങ്ങനെ എന്തൊക്കെയോ ചെയ്തു വെച്ചു. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ഫോണിലെ ബാക്കിയുള്ള ആപ്പ് എല്ലാം ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസേബിൾ ആക്കാനല്ല പറഞ്ഞത്. നമ്മള് ഈ ഫോണില് ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ റണ്ണിങ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് സൈഡിൽ ആരോ എടുത്തിട്ട് ജസ്റ്റ് അതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഭാഗം മാത്രം ഓപ്പൺ ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യപ്പെടുള്ളൂ. നമ്മൾ ക്ലോസ് ചെയ്യാത്തതിനെല്ലാം ഇങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കും അല്ലേ? അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോ ഏതെങ്കിലും യൂട്യൂബ് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടാവും, പക്ഷെ യൂട്യൂബ് നമ്മൾ തിരിച്ചു പോന്നു, പക്ഷെ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം പലപ്പോഴും ഡേറ്റ് പോകുന്നേ എല്ലാവർക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും, ഞാൻ എന്തായാലും നിങ്ങളുടെ എക്സാം ടൈമിൽ ഞാൻ അലർട്ട് ആയിരിക്കും. ഇങ്ങനെ ഹോളിൽ കയറില്ലാന്നേ ഉള്ളൂ. ആ സമയത്ത് എന്റെ ഫോൺ ഓൺ ആയിരിക്കും, വാട്സപ്പ് ഓൺ ആയിരിക്കും. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ. സംടൈംസ് ചിലര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്, ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ABCDയിൽ A ആണ് ആൻസർ ഓപ്ഷൻ എന്ന് വിചാരിക്കാം. ചിലർക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. A എന്നുള്ള ആൻസർ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം ചിലപ്പോ C ആയിരിക്കും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാൻ പോകും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഏതാന്ന് കൊണ്ട് ഒരു മെസ്സേജ് എനിക്ക് ഇട്ടാൽ മതി. അത് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫോം ചെയ്യാം, അവർ ആ മാർക്ക് ഇട്ടോളും. എഡ്യൂക്കേഷണൽ ടേം എക്സാം പോലെ തന്നെ അല്ലേ മെയിൻ എക്സാമും? അതേ പാറ്റേൺ ആണ്.
സബ്ജക്ട് വൈസ് ആണെന്ന് മാത്രം. മാർക്ക് ചെയ്ത് പോവല്ലേ? ഓക്കെ. സെയിം തന്നെയാണ്. അതായത് ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്ത് നിങ്ങൾ ഇരിക്കണം. നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ എവിടെയോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് വരും, അത് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ ഇൻഫോം ചെയ്യുക. അവര് കൺഫർമേഷൻ പറയുമ്പോൾ ലീവ് ആകുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ സബ്മിറ്റ് ആവില്ല. സബ്മിറ്റ് ചെയ്തിട്ട് റോൾ നമ്പർ പേരും പറഞ്ഞ് സബ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ലീവ് ആയിക്കോ. അപ്പൊ അവര് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരും, ലീവ് ആയിക്കോളൂ എന്ന് പറയുമ്പോൾ ലീവ് ആകും. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് ടെക്നിക്കൽ ആയാലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ നേരത്തെ. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ലൈക്ക് ടീച്ചർ ഇതേപോലെ മോക്ക് ടെസ്റ്റിന്റെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആൻസർ ഷീറ്റിൽ ചിലപ്പോൾ ആ ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ കിടക്കും. അങ്ങനെ തെറ്റായിട്ടുള്ള ആൻസർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരും. അത് സ്ക്രോൾ മാറിയതാണോ? അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്ക്രോൾ ചെയ്യുമ്പോൾ ടച്ച് മാറിയതാണെങ്കിലാണ് അങ്ങനെ വരുള്ളൂ എന്ന് തോന്നുന്നു. ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ സ്ക്രോൾ ചെയ്യാണ്, അപ്പം ആ ടച്ചിന്റെ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ സ്ക്രീൻ. അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു പോണേ, അല്ലെങ്കിൽ ചിലപ്പോ പിന്നെ ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷൻ പിടിക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ അത് ആൻസർ ചെയ്തോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 20 minutes കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അഗെയിൻ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഡീൽ ചെയ്യുന്നു. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ചെയ്യുന്നത്. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ 2 phases, 2 references. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്, നോർമേറ്റീവ് സയൻസ് അല്ല. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ മെയിൻ ആയിട്ടും 5 key factors ഉണ്ട്. സ്റ്റുഡന്റ്, ടീച്ചർ, ലേണിംഗ് എൻവയോൺമെന്റ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, ലേണിംഗ് പ്രോസസ് അല്ലെ. അങ്ങനെ 5 മെയിൻ ആയിട്ടുള്ള കീ ഫാക്ടേഴ്സ് ഉണ്ട്. എത്ര കീ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഓപ്ഷനിൽ കുറെ ഓപ്ഷൻസ് കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം ആൻസർ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുമായിരിക്കും. ഏതാണ് കീ ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് കീ ഫാക്ടേഴ്സ് കൊടുത്തിട്ട് 4ാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദീസ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് 5 കീ ഫാക്ടേഴ്സ് എന്നുള്ളത്. പിന്നെ അതിൽ വരാവുന്നത് പിന്നെ ടീച്ചർ ആണ് ഒരു പൊട്ടന്റ് ഫോഴ്സ്. ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലെ ഒരു പൊട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ടീച്ചറാണ്. അപ്പൊ എന്നോട് ഒരു കുട്ടി ചോദിച്ചു, നമ്മൾക്ക് മോണ്ടിസോറി മെത്തേഡില് കുട്ടികളാണല്ലോ ഡോമിനന്റ്, ചൈൽഡ് സെന്റേർഡ് ആണല്ലോ, അപ്പൊ ടീച്ചർ എങ്ങനെയാ പൊട്ടന്റ് ഫോഴ്സ് ആകുന്നതെന്ന് ചോദിച്ചു. നമുക്ക് ഈ കുട്ടിയെ ട്രിഗർ ചെയ്യാൻ ഒരു ഫോഴ്സ് വേണമല്ലോ. ആ ഫോഴ്സ് ആണ് ടീച്ചർ എന്നാണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പൊട്ടന്റ് ഫോഴ്സ് ആണ് ടീച്ചർ. ആ ഒരു കുട്ടിയെ ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവന്റെ പൊട്ടൻഷ്യൽ കഴിവ് മനസ്സിലാക്കി നമ്മുടെ ഹോമിന്റെ അതേ പണിയാണ് ടീച്ചർ പുറത്തു നിന്നുകൊണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഹോം ഉണ്ട്, പക്ഷെ അത് ചിലപ്പോ പ്രോപ്പർ ടൈമിൽ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഒരു ടീച്ചർ ആണ് ഒരു ഔട്ട് സൈഡിൽ നിന്നുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഹോമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ആ ഒരു മെത്തേഡ്സ്, എന്തെല്ലാം മെത്തേഡ്സ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു വേർഡ് നല്ലപോലെ ഓർത്തിരിക്കണം, ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മീനിങ് സെൽഫ് എക്സാമിനേഷൻ ആണ്. നമ്മളുടെ ഉള്ളിലേക്ക് തന്നെയുള്ള ഒരു അനാലിസിസ്, അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ലുക്കിംഗ് വിത്തിൻ വൺസെൽഫ്. ഓക്കെ. പിന്നെ ഒബ്സർവേഷൻ. ഇൻട്രോസ്പെക്ഷന്റെ മീനിങ് സെൽഫ് എക്സാമിനേഷൻ. ലുക്കിംഗ് വിത്തിൻ വൺസെൽഫ്, അവനവനിലേക്ക് തന്നെ നോക്കുന്നു, അവനവനിലേക്ക് തന്നെ ടോർച്ച് അടിച്ച് കഴിവുകൾ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ആളുകൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാകും, അവരവരുടെ സ്വന്തം കഴിവ് തിരിച്ചറിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. അതായത് അവർ ചിലപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ചെയ്തു കൊടുക്കാതെ അവരെ കൊണ്ട് തന്നെ അതിന്റെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ. ഇത്
ചെലവ് ഇല്ല, അങ്ങനെ വലിയ ചെലവൊന്നും നമുക്ക് വേണ്ടി വരില്ല. പിന്നെ ഒബ്സർവേഷൻ, പല രീതിയിൽ ഒബ്സർവ് ചെയ്യാം എന്ന് നമുക്കറിയാം. നമ്മളും കൂടെ അതിനകത്ത് പാർട്ടിസിപ്പന്റ് ആയിട്ട് നമുക്ക് ആ ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യാം. നമ്മൾ പാർട്ടിസിപ്പന്റ് അല്ലാതെ പുറത്തിറങ്ങി നിന്നിട്ട് അവരെ ഒബ്സർവ് ചെയ്യാം. അത് ചിലപ്പോൾ അവരറിയാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ കൺട്രോൾഡ് ഒബ്സർവേഷൻ, കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലുള്ള ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് അല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും ഒബ്സർവ് ചെയ്യാവുന്ന രീതി. ഇനി ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് അത് പല കേസ് സ്റ്റഡി വെച്ചിട്ടാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. അതായത് ആളുകളുടെ ബിഹേവിയർ, ആ ഒരു അബ്നോർമൽ ആയിട്ടൊരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതൊരു കേസ് ആയിട്ട് എടുത്ത് പല പല സിറ്റിംഗ്സ് ആയിട്ട് വെക്കുന്ന ഒരു മെത്തേഡാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയും. ക്ലിനിക്കൽ മെത്തേഡ്സ് എന്നും പറയും, കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ്, അങ്ങനെ പല പേരിൽ അത് അറിയപ്പെടും. ആ ഒരു പേരൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ്സ്, കേസ് സ്റ്റഡി മെത്തേഡ്, കേസ് ഹിസ്റ്ററി മെത്തേഡ്, പഴയ പ്രീവിയസ് കാര്യങ്ങളൊക്കെ, പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം കൂടി എടുത്തു വെച്ച് അങ്ങനെയുള്ള ഒരു അനാലിസിസ് ആണത്. എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്, ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പലപ്പോഴും പുറത്തുനിന്ന് റിസോഴ്സ് ഒക്കെ നമ്മൾ വേണ്ടി വരും. പക്ഷെ ഇത് മോസ്റ്റ് സയന്റിഫിക് ഒബ്ജക്റ്റീവ് മെത്തേഡാണ്. ഒരു ബിഹേവിയർ സ്റ്റഡിയിലെ മോസ്റ്റ് സയന്റിഫിക് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് മെത്തേഡാണ് ഈ എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള സർവേ ആണ് അടുത്ത മെത്തേഡ്. അതിനെ ഡിഫറൻഷ്യൽ മെത്തേഡ് എന്നും പറയും. ആ പേരുകളൊന്നും ഓർത്തിരിക്കുക, ഡിഫറൻഷ്യൽ മെത്തേഡ്, സർവേ മെത്തേഡ്. അതിൽ നമ്മൾ ആ ഒരു മെത്തേഡിൽ നമ്മൾ എന്തെല്ലാം ടൂൾസും ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ക്വസ്റ്റ്യനെയർ, നമ്മൾ ചെയ്ത സർവേ ക്വസ്റ്റ്യനെയർ ആയിരുന്നല്ലേ, ക്വസ്റ്റ്യനെയർ നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും. ഇന്റർവ്യൂ പോലെ ചെയ്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് ഒക്കെയാണ് ഈ ഒരു സർവേ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലും സൈക്കോളജിയിലുമായിട്ട് വരുന്നത്. ഏകദേശം രണ്ടും കൂടെ ചേർന്നിട്ടൊരു 10-20 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുമെന്ന് ചിലപ്പോൾ കാണുമായിരിക്കും. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടേ വരുള്ളൂ കേട്ടോ. സൈക്ക് എന്നുള്ള വേർഡിന്റെ മീനിങ് ചോദിക്കാം, അങ്ങനെയുള്ള രീതിയിൽ ഏത് ലാംഗ്വേജിൽ നിന്നാണ് അതെടുത്തത്, സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെയിൻ ചെയ്തത്, അല്ലെങ്കിൽ സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വേർഡ് അത് ഫില്ല് ചെയ്യാൻ തന്നിട്ട് അങ്ങനെ രീതിയിൽ അതൊക്കെയൊക്കെ ചോദിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മോണ്ടിസോറി ടേംസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് മെക്കാനിസം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഡിഫൻസ് മെക്കാനിസം, മെന്റൽ മെക്കാനിസം ആണ്. നമ്മൾ ഫിസിക്കലി ഡിഫെൻഡ് ചെയ്യാൻ പറയാമോ? എന്തോ പേജ് ഒന്ന് പറയാമോ? ഡിഫൻസ് മെക്കാനിസത്തിന്റെ പേജ് എന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ 73. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം മെന്റൽ മെക്കാനിസം എന്നറിയപ്പെടും അല്ലെ. ഡിഫൻസ് മെക്കാനിസം കുറേ ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നിങ്ങളിൽ കോമ്പൻസേഷൻ എന്നുള്ള ഡിഫൻസ് മെക്കാനിസം, അതായത് നമുക്ക് ചില കുറവുകൾ ഉണ്ടായിരിക്കും അല്ലെ, നമ്മളുടെ കുറെ കുറവുകൾ, ഫ്ലോസ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ പാട്ട് പാടാൻ അറിയില്ല, അതെന്റെ ഒരു കുറവായിട്ട് ഞാൻ കരുതും. പക്ഷെ ആ കുറവിനെ മറയ്ക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് എടുത്ത് കാണിക്കും. അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക, നമ്മുടെ കുറവിനെ നമ്മളുടെ വേറൊരു പോസിറ്റീവ് കാര്യമായിട്ട് കൺസീൽ ചെയ്യുന്നു. എനിക്കിതറിയില്ലെങ്കിൽ ഇതറിയാലോ, ആ ഒരു നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ ഒരു കുറവിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നു നമ്മളുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി വെച്ചിട്ട്. ഇപ്പോ സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല, അത് നമ്മുടെ ഒരു കുറവായിട്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് നല്ലതുപോലെ നമുക്ക് കുക്ക് ചെയ്യാൻ അറിയാം. എനിക്ക് അതറിയാലോ, ഇതറിയില്ല, പക്ഷെ ശരി എനിക്ക് അതറിയാലോ. അങ്ങനെ നമ്മളുടെ ഒരു ഡെഫിഷ്യൻസിയെ നമ്മളുടെ ഒരു പോസിറ്റീവ് വെച്ചിട്ട് നമ്മൾ കൺസീൽ ചെയ്യുന്നു, മറയ്ക്കുന്നു. ദാറ്റ് ഇസ് കോമ്പൻസേഷൻ. പിന്നെ റാഷണലൈസേഷൻ. പിന്നെ റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ
ഒരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവിച്ചതെന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനൊരു ലോജിക്കലായിട്ട് നമ്മൾ റീസൺ കണ്ടുപിടിക്കുകയാണ് അതെന്തുകൊണ്ട് അത് സംഭവിച്ചു. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മളൊരു എക്സാം എഴുതാൻ പോയി, നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എളുപ്പമായിരിക്കും എന്നുള്ളത്. പക്ഷെ ഭയങ്കര ടഫായിരുന്നു, നമ്മൾ വിചാരിച്ച പോലെയൊന്നും മാർക്ക് വന്നില്ല. അപ്പൊ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്ത എക്സാം ഇത്ര ടഫായി പോയല്ലോ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അറിയുവാണ് എല്ലാവർക്കും ടഫായിരുന്നു, നമുക്ക് ഒരു സമാധാനം വരൂലേ. അപ്പൊ നമ്മൾ ഒരു ലോജിക്കലായിട്ടൊരു കാര്യം പറയാം, പൊതുവെ അത് ടഫായിരുന്നു. മനസ്സിലായോ? റാഷണലൈസേഷൻ. നമ്മളങ്ങനെ സമാധാനിക്കുവാണ്, നമുക്കൊരു മനസമാധാനം ഉണ്ടാക്കുവാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ വരുന്നതാണ് റാഷണലൈസേഷൻ. ഇനി പ്രൊജക്ഷൻ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിനെ ആ ഒരു ഇമോഷൻസിനെ വേറെ ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് പ്രൊജക്ട് ചെയ്യുന്നു. നമ്മുടെ കുറവിനെ നമ്മൾ വേറെ ആളുകളിലേക്ക് നമ്മൾ അങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന്റെ രീതി പോലെ തന്നെ. അതായത് ഇപ്പോ നമ്മള് ഫെയിലായി, അവനും ഫെയിലായല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി, അപ്പോ നമ്മൾ ഓടിച്ചെന്ന് നോക്കുന്ന എന്താ, അടുത്ത വീടുകളിൽ കറണ്ട് പോകും, അവിടെയൊന്നും കറണ്ട് ഇല്ല. മീൻസ് നമ്മൾ പ്രൊജക്ട് ചെയ്യാണ് നമ്മുടെ ഒരു പ്രശ്നം മറ്റൊരാളിലും കൂടെ കണ്ട് നമ്മളങ്ങ് അതിനെ പ്രൊജക്ട് ചെയ്ത് സമാധാനിക്കുകയാണ്. കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴേക്കും ചോദിക്കാനായിട്ട് അമ്മയും അച്ഛനും ആരെങ്കിലും വരുമ്പോ ഒരാള് മറ്റേ ആളിലേക്ക് ഒരു കുറ്റം ചാർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ദാറ്റ് ഇസ് വേറൊരാളിലേക്ക് അതിനെ അങ്ങ് അസൈൻ ചെയ്യുവാണ്, ദാറ്റ് ഇസ് പ്രൊജക്ഷൻ. ഈ ഒരു സ്പെഷ്യൽ ഫോം ഓഫ് പ്രൊജക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു വേറൊരാളിലേക്ക്. ഇമോഷൻസോ ഡെഫിഷ്യൻസിയോ എന്തെങ്കിലും കുറവുകളോ ഷോർട്ട് കമ്മിങ്സ് കുറവുകളെല്ലാം വേറൊരാളിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കുക, അസൈൻ ചെയ്ത് കൊടുക്കുക, ദാറ്റ് ഈസ് പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നു, പ്രൊജക്ഷൻ. ഇനി ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കിപ്പോ ചില കാര്യങ്ങള്, നമ്മളെ കൊണ്ട് പറ്റാത്ത ചില കാര്യങ്ങൾ, മറ്റാളുകളുടെ സക്സസ് നമ്മൾ ഓർത്ത് നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആകുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാവില്ലേ. അയാൾക്ക് അത് പറ്റി, വെരി ഗുഡ്, സോ എനിക്കും അത് പറ്റും, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ ഈ ഗ്രൂപ്പായിട്ട് ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും വർഷിപ്പിംഗ്, അതായത് പ്രാർത്ഥന പോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ടെൻഷനോടുകൂടിയൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത്. പക്ഷെ ആ ഒരു ഗ്രൂപ്പിൽ വന്ന് ആ വർഷിപ്പിംഗ് ചെയ്യുമ്പോഴേക്കും നമ്മളങ്ങ് ഭയങ്കരമായിട്ട് സമാധാനപ്പെടുന്നു. മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോൾ എനിക്കും അപ്പൊ ഇത് കിട്ടുമായിരിക്കും, എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് ഞാനിത് നേടി എന്നൊക്കെ ചില ആളുകൾ പറയുമ്പോഴേക്കും സോ എനിക്കും അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, ആ ഒരു രീതിയിൽ. അങ്ങനെ നമ്മള് ഓരോ കാര്യം മറ്റുള്ളവരുടെ ആ ഒരു സക്സസും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അങ്ങ് സാറ്റിസ്ഫൈഡ് ആകുന്നത്, ആ സെൽഫ് സാറ്റിസ്ഫൈഡ് ആകുന്നതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറ്റാത്ത ഒരു കാര്യങ്ങള് അല്ല നമ്മുടെ മക്കളോ അങ്ങനെ എന്തെങ്കിലും നേടുമ്പോ ഉണ്ടാവുന്ന സന്തോഷമാണോ? അത് അന്ന് മിസ് പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. വെരി ഗുഡ് എക്സാമ്പിൾ. എന്നെ കൊണ്ട് പറ്റിയില്ല, സോ അതെന്റെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞ പാരന്റ്സ് ഒരു പാരന്റ് പുള്ളിങ് പരിപാടിയുണ്ട്. എനിക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റിയില്ല, സോ എന്റെ കുട്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടറിയാവുന്ന, അതൊക്കെ ഒരു ഐഡന്റിഫിക്കേഷൻ. ആ ഒരു വേറൊരാളുടെ സക്സസ് കണ്ട് നമ്മൾക്കൊരു സംതൃപ്തി വരുന്ന ഒരു അവസ്ഥ. സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതൊരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടുകളെ ഇറക്കില്ലേ ചില ഗെയിംസിലൊക്കെ, അതേപോലെ തന്നെ ഒറിജിനൽ ഗോൾസ് ഡിസേർവ്സ് എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ എക്സ്ചേഞ്ച്ഡ് ബൈ അതേഴ്സ്, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. പകരമായിട്ട് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. നെക്സ്റ്റ് സബ്ലിമേഷനും ആ ഒരു മെക്കാനിസം തന്നെയാണ്, സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫോമാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ഡിസയർസും ആക്ടിവിറ്റീസും അത് സോഷ്യലി ഡിസയറബിൾ ചാനൽസിലൂടെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ
മാരേജ് ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ കാര്യമാണല്ലോ. അപ്പൊ ചിലപ്പോൾ ഒരു സൊസൈറ്റിയിലെ ലീവിങ് ടുഗദർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാരേജ് എന്നുള്ളതിലേക്ക് ആക്കി അവര് സോഷ്യലി ഡിസൈറബിൾ ചാനൽസിലൂടെ അത് ശരിയാക്കി എടുക്കും. ദാറ്റ് ഇസ് സബ്ലിമേഷൻ. സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കി മാറ്റിയെടുക്കുക. മാരേജ് അങ്ങനെ ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആ ഒരു സൊസൈറ്റിയുടെ ഒരു കൾച്ചർ അനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അതിനെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കി എടുക്കുന്ന എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ മാരേജ് പറഞ്ഞതാണോ. പിന്നെ റിപ്രഷൻ ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ്. ശരിക്കും റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ആൻസൈറ്റി ഒക്കെ വരൂലേ, ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ഇമോഷണൽ ഫീലിങ്സും അൺകംഫർട്ടബിൾ ചില മെമ്മറീസ്, ചില ഓർമ്മകൾ നമ്മളെ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം നമുക്കൊന്ന് റിലീവ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതിൽ നിന്നൊക്കെ ഓടിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഈ ഒരു റിപ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിഗ്രഷൻ. ഒരു ചൈൽഡിഷ് മാനറിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞു മാറുന്നത്, അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഫേസ് ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. അവരൊക്കെ ഒരു ഇമ്മെച്യൂർ മാനർ, ഒരു ചൈൽഡിഷ്, ഒരു മെച്യൂരിറ്റി ഇല്ലാതെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. വല്ല കോൺഫ്ലിക്റ്റോ ടെൻഷനോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പൊ ഇതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വഴക്ക് കേൾക്കുന്ന ഒരു ടെൻഷനിൽ അവരത് മാറാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് ഈ വിരലിങ്ങനെ വായിൽ വെക്കാനായിട്ടുള്ള തംസക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവര് അത് ഉള്ളിൽ ആ വഴക്കുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കരയും. പിന്നെ അവർ ബെഡ് വെയിറ്റ് ചെയ്യും. പിന്നെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഒക്കെ ഈ റിഗ്രഷന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്നതാണ് കുട്ടികളിൽ കേട്ടോ. നെക്സ്റ്റ് നെഗറ്റീവിസം. എന്തിനേയും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. എന്ത് പറഞ്ഞാലും അതൊരു ടഫ് ആയിട്ടുള്ള ആൾക്കാര്, അത്ര അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു നെഗറ്റീവിസം, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം വരുന്നത്. അവർ ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും, എപ്പോഴും ഒരു സ്ട്രോങ് മൈൻഡ്, ഒരു കല്ല് പോലത്തെ മനുഷ്യർ, എപ്പോഴും അവർക്ക് ദേഷ്യം, അങ്ങനെ. പിന്നെ ഇൻസൾട്ടിങ് ബിഹേവിയർ ഒക്കെ അവർക്ക് വരും. ഡിഫിയാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൾട്ടിങ് ബിഹേവിയർ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നെഗറ്റീവിസം ആ ഒരു ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്നത്. സിമ്പതിസം. ചില ആളുകൾ എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ അവരുടെ സ്നേഹം സമ്പാദിക്കുക, സിമ്പതിയിലൂടെ സ്നേഹം സമ്പാദിക്കുക എന്നുള്ളതാണ് സിമ്പതിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മറ്റുള്ളവരെ കൊണ്ട് ഏൽപ്പിക്കാനും ആ പണി അവരെ കൊണ്ട് എടുപ്പിക്കാനും അവരെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും ഒക്കെ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റുന്ന ഒരു സിമ്പതിസം. വിഡ്രോവൽ. നെക്സ്റ്റ് വൺ. നമ്മള് റിഗ്രഷൻ പറഞ്ഞു അല്ലെ, ചൈൽഡിഷ് മാനറിൽ ഓടിപ്പോകുന്നു. പക്ഷെ ചില പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുക തന്നെ വേണം അല്ലെ. അതുകൊണ്ട് റിഗ്രഷൻ എന്നുള്ളത് ഒരു നല്ലൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ് റിഗ്രഷൻ. പക്ഷെ വിഡ്രോവൽ എന്ന് പറയുന്നത് റൈറ്റ് വേയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ടൊരു തർക്കം നടക്കുന്നു, വലിയ ഗുണമുള്ളതൊന്നുമില്ല, അവിടെ നമ്മൾ നിന്ന് അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ നിന്ന് പതുക്കെ മാറുന്നു. ദാറ്റ് ഈസ് എ റൈറ്റ് വേ ഓഫ് ഡിഫൻസ് മെക്കാനിസം. റൈറ്റ് വേയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിഫൻസ് മെക്കാനിസം ആണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ഞാനിന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. അതും ഇതുപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വിഡ്രോ ചെയ്ത് മാറുന്നതിനാണ് ഈ വിഡ്രോവൽ എന്ന് പറയുന്നത്. ഫാന്റസി ഓർ ഡേ ഡ്രീമിങ് ഇതൊരു ടൈപ്പ് ഓഫ് വിഡ്രോവൽ ആണ്. ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വിഡ്രോവൽ ആണ്. കുട്ടികള് പാരന്റ്സ് അവർ ഭയങ്കര വഴക്കാണെങ്കിൽ ആ ഒരു ടെൻഷൻ കുട്ടിക്ക് വല്ലാതെ വരും. അതിൽ നിന്നും ഒക്കെ മാറാൻ വേണ്ടി കുട്ടി സ്വന്തമായിട്ടൊരു ഫാന്റസി വേൾഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അങ്ങ് ജീവിക്കും. അത് ആണ് ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് അതിനകത്ത് ഇൻവോൾവ് ആകാനോ
ആ ടെൻഷൻസ് തലയിൽ വെക്കാനോ താല്പര്യമില്ലാതെ വരുമ്പോൾ അവർ തന്നെ ചെയ്യുന്നു. പലപ്പോഴും ഫെയിലിയർ, നമ്മളിപ്പോ എക്സാമിന് എന്താ പറയുക മാർക്ക് കുറയുമ്പോൾ നമ്മള് തന്നെത്താനെ ഇരുന്നുകൊണ്ട് ഒരു ഡേ ഡ്രീമിങ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഡേ ഡ്രീമിങ് നമ്മൾ ഉണ്ടാക്കും അല്ലെ. ഞാൻ നല്ലപോലെ പരീക്ഷ എഴുതുന്നു, നല്ല റിസൾട്ട് വരുന്നു, എനിക്ക് മാർക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ച് നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്തും. പക്ഷെ അതിൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്ക് മാറാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫാന്റസിക്ക് ഉള്ളിൽ തന്നെ അങ്ങ് പെട്ടുപോകും. ഇത് കൂടാതെ വേറെയും ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഇൻട്രസ്റ്റ്, അവനവന്റെ താല്പര്യങ്ങൾ, അവനവന്റെ വെൽഫെയർ, സെൽഫ് കൺസേൺ, സെൽഫ് ഇൻട്രസ്റ്റ്, അതൊക്കെയാണ് ഈഗോ സെൻട്രിസം വരുന്നത്. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ രീതിയിൽ പല കാര്യങ്ങളും ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഒരു ചില മൂവീസിലൊക്കെ കാണാറുണ്ടാവും, ചിലപ്പോൾ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന് പകരം ആ കുട്ടിയെ ഇങ്ങനെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നു, കളിയാക്കുന്നു. ശരിക്കും ആക്ച്വലി ഉള്ളിൽ ഇഷ്ടമാണ്, പക്ഷെ പുറമേ കാണിക്കുന്നത് വേറൊന്ന്. അതാണ് ശരിക്കും റിയാക്ഷൻ ഫോർമേഷൻ. ഫാബ്രിക്കേറ്റ് ചെയ്യുക വേറെ കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യമല്ല, ഒരു വേറെ കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് അത് കാണിക്കുക, ഉള്ളില് പക്ഷെ വേറെ ആയിരിക്കും. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. അപ്പൊ അങ്ങനെ കുറെ ഡിഫറൻസ് മെക്കാനിസം ഉണ്ട്. ഇത്രയൊന്നും അല്ല ഉള്ളത്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡും അന്ന ഫ്രോയിഡും കൂടെ പോസ്റ്റുലേറ്റ് ചെയ്ത പല അന്ന ഫ്രോയിഡ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകളാണ് കേട്ടോ. രണ്ടുപേരും കൂടെ പോസ്റ്റുലേറ്റ് ചെയ്ത ഡിഫറൻസ് മെക്കാനിസം ആണ് നിങ്ങളിവിടെ കണ്ടത്. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനില് മെന്റൽ ഹെൽത്തിന് 2 ഫേസസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വലും ഒന്ന് സോഷ്യൽ. അത് ഓർക്കുക കേട്ടോ. 2 ഫേസസ് ഉണ്ട് മെന്റൽ ഹെൽത്തിന്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. പിന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ എയിം ആണെങ്കിൽ, എൻഡ് റിസൾട്ട് ആണെങ്കിൽ, അതിലേക്ക് എത്തിക്കുന്ന ടൂള്, മാർഗം, വഴി എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. അപ്പൊ മീൻസ് ആണ് മെന്റൽ ഹൈജീൻ, എൻഡ് റിസൾട്ട് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ PFA ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ നിന്ന് ചോദിക്കാവുന്നത്, ഒരു PFA പ്രൊവൈഡ് ചെയ്യുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം? ആള് വളരെ സ്നേഹമുള്ള ആളായിരിക്കണം അല്ലെ, കമ്പാഷനേറ്റ് ആയിരിക്കണം, എമ്പതി ഉള്ള ആളായിരിക്കണം, ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, ലവിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിരിക്കണം. അതൊക്കെയാണ് അതൊക്കെ PFA ഒരു ക്വസ്റ്റനോ 2 ക്വസ്റ്റനോ അത്രേ വരുള്ളൂ. എക്സ്ട്രാ ഞാനൊന്ന് പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ കവർ ചെയ്തു. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. ആദ്യം ഏർലിയർ സ്റ്റേജസിൽ ഒരു കുട്ടിയുടെ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫുൾ ബോഡിയെ ടേൺ ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിലൊരു മാസ് റിയാക്ഷൻ ആണ് വരുന്നത്. പിന്നെ കോർഡിനേഷൻ സംഭവിക്കുകയാണ്, ഓരോരോ കൺട്രോൾ ആയിട്ട് സ്പെസിഫിക് കാര്യങ്ങളിലേക്ക് പോകുന്നു. നടക്കുവാണെങ്കിൽ ആ ബോഡി വാക്കിങ്ങിന്റെ കൺട്രോൾ കിട്ടുന്നു, ഇരിക്കുമ്പോൾ ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു പോസ്ചർ, അങ്ങനെ. അപ്പൊ തുടങ്ങുമ്പോൾ ഭയങ്കര മാസ് റിയാക്ഷനാണ്, ഫുൾ ബോഡിയെ ടേൺ ചെയ്യുന്നു, തലപോയിടിക്കുന്നു, വീഴുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ പിന്നീട് അത് സ്പെസിഫിക് ആയിട്ട് ഓരോ ആക്ടിവിറ്റി ആയിട്ട് മാറും. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. പിന്നെ ലാർജ് ടു സ്മോൾ ട്രെൻഡ്. മോട്ടോർ ആക്ടിവിറ്റീസിൽ നമുക്കറിയാം, ആദ്യം ലാർജ് മസിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫുൾ ബോഡി ടേൺ ചെയ്യുന്നു, എഴയുന്നു, നിൽക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ഓടുന്നു, പിടിച്ചു കയറുന്നു, അങ്ങനെയുള്ളത്. കുറെ കഴിയുമ്പോഴാണ് സ്മോൾ മസിൽസ് ഫൈൻ മോട്ടോർ സ്പേസ് ആവുന്നത്. വിരലുകൾ യൂസ് ചെയ്ത് ഓരോന്ന് പിടിക്കുന്നതും, എഴുതാൻ നോക്കുന്നതും, വരയ്ക്കാൻ നോക്കുന്നതും, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണേ. പിന്നെ സെഫാലോ കോഡൽ ട്രെൻഡ്. സെഫാലോ എന്ന് പറഞ്ഞാൽ ഹെഡ്, കോഡൽ ആ ഒരു ടെയിൽ, ഹെഡ് ടു ഫുഡ്, ഓക്കെ. നമുക്ക് ആദ്യം തലയുടെ
ഒട്ടും തല ഉറച്ചിട്ടുണ്ടാവില്ല അല്ലെ. ഫസ്റ്റ് ഉറയ്ക്കുന്നത് തലയാണ്. പിന്നെയാണ് ഏറ്റവും ലാസ്റ്റ് ആണ് കുട്ടി കാലില് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അതാണ് ഹെഡ് ടു ടെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ടെയിൽ നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് ഫൂട്ടാണ്. ഹെഡ് ടു സെഫാലോപോഡ് എന്ന് പറയുന്നത് ഹെഡ് ടു ഫൂട്ടാണ് അല്ലെ. മോട്ടോർ കൺട്രോളും കോർഡിനേഷനും നടക്കുക. അല്ലാതെ ആദ്യം കുട്ടി എണീറ്റ് നിൽക്കുകയോ നടക്കുവാണോ ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് കുട്ടിയുടെ തല ഉറയ്ക്കുവാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴാണ് തിരിയാനും മറിയാനും എഴയാനും ഇരിക്കാൻ നോക്കുന്നതും പിടിച്ചു നിൽക്കുന്നതും പിന്നെ നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങുന്നത്. അതാണ് ഹെഡ് ടു ഫൂട്ട് എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ പ്രോക്സിമോ ഡിസ്റ്റന്റ്, നിയർ ആൻഡ് ഫാർ അല്ലെ. പ്രോക്സിമോ എന്ന് പറഞ്ഞാൽ നിയർ, ഡിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർ. മോട്ടോർ കൺട്രോളും അതുപോലെ തന്നെ കോർഡിനേഷനും. നമുക്ക് ബോഡിയിൽ ഒരു സെന്റർ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആദ്യം ആ സെന്റർ ലൈനിനോട് അടുത്തുള്ള ഭാഗങ്ങൾക്കായിരിക്കും കൺട്രോളും കോർഡിനേഷനും വരുന്നത്. ബോഡി ആക്സസിന് ഔട്ടർ പാർട്സ് പിന്നീടാണ് ഡെവലപ്പ് ആകുന്നത്. ആ ഒരു രീതിയിൽ പോകുന്നത്. വര ആക്സസ് വരയ്ക്കുവാണെങ്കിൽ ആ ആക്സസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആദ്യം ഒരു കോർഡിനേഷനും കൺട്രോളും ഒക്കെ വരും. പിന്നെയാണ് ഫാർ അവേ പാർട്സ് ശരിയാകുന്നത്. പിന്നെ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. ബൈ എന്ന് പറഞ്ഞാൽ 2, യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലെ. ഓക്കെ, യെസ്. നമ്മൾ കുട്ടികൾ ആദ്യമൊക്കെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും അവർ യൂസ് ചെയ്യും എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് റൈറ്റും ലെഫ്റ്റും അവർ ഒരുപോലെ യൂസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴാണ് എന്താണ് കുട്ടി ഏത് റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണോ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ ആണോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് മാറുന്നത്. അപ്പോൾ 2ൽ നിന്ന് തുടങ്ങിയിട്ട് 1ലേക്ക് എത്തും. അതാണ് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ആ ഒരു 1 ഡയറക്ഷൻ ആയിരിക്കും. ഇനീഷ്യലി എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യും. പക്ഷെ ഫൈനൽ ആകുമ്പോൾ കുറച്ചുകൂടെ വളർന്ന് വലുതാകുമ്പോൾ യൂണിലാറ്ററൽ ആയിട്ട് മാറുക. ഒറ്റ ഇത് യൂസ് ചെയ്യുന്ന രീതിയിൽ. എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞ 2 ഹാൻഡും യൂസ് ചെയ്യും. ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ 2 കൈ കൊണ്ട് എടുത്തായിരിക്കും കഴിക്കുന്നത്. പിന്നെ അത് ഒറ്റ ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആകും, റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ്. അങ്ങനെ യൂണിലാറ്ററൽ ആയിട്ട് മാറും. പിന്നെ മാക്സിമം ടു മിനിമം ട്രെൻഡ്. പിന്നെ പല കാര്യങ്ങൾക്കും മാക്സിമം എഫേർട്ടാണ് കുട്ടികൾ ചെറുപ്പത്തിൽ എടുക്കുക അല്ലെ. പിന്നീടാണ് അവർക്ക് ഓരോന്ന് ചെയ്യാൻ എത്രത്തോളം ഫോഴ്സ്, എത്രത്തോളം എഫേർട്ട് എടുക്കണമെന്ന് കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത്. വളർന്ന് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഓരോന്നിനും മിനിമം എഫേർട്ട് എത്ര വേണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആദ്യമൊക്കെ ഫുൾ ഫോഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ആ ബോഡി കൺട്രോളും കോർഡിനേഷനും എല്ലാ കാര്യങ്ങളായി വരുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും ഓരോ കാര്യം ചെയ്യാൻ എത്രത്തോളം ഫോഴ്സ് എക്സർട്ട് ചെയ്യണം. അതാണ് മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്ക് പിന്നെ പോകുന്നത്. അപ്പൊ അതൊന്ന് പറഞ്ഞു തരുന്നെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലേ ഇതറിയാലോ. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിക്കാണ് ചേഞ്ചസ് വരുന്നത്. നമ്മുടെ ബോഡി വലുതാകുന്നു. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ആസ്പെക്ട്സിലാണ് വരുന്നത് ചേഞ്ചസ്. ബുദ്ധി വളരുന്നു അല്ലെ, നമ്മുടെ ഇന്റലക്ച്വൽ ലെവൽ, അങ്ങനെ പല പല കാര്യങ്ങളും. അപ്പൊ ആ ഒരു രീതിയിലാണ് അത് ഗ്രോത്ത്. പിന്നെ ഡെവലപ്മെന്റ് പോസിബിൾ ആണ് വിത്തൗട്ട് ഗ്രോത്ത്. ചില കുട്ടികളുടെ ശരീരം വളരാറില്ല, പക്ഷെ അവരുടെ ഇന്റലക്ച്വൽ ലെവൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. ഗ്രോത്ത് പലപ്പോഴും ചിലപ്പോൾ ഡെവലപ്മെന്റിനും കാരണമാകും, ചിലപ്പോൾ ഡെവലപ്മെന്റിന് കാരണമല്ലാതെയും വരാം. പിന്നെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഹൈറ്റ് വെക്കുന്നു, ഒരു കുട്ടിയുടെ മുടി വളരുന്നു, ഒരു കുട്ടിക്ക് വണ്ണം വെക്കുന്നു, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. പക്ഷെ അതേസമയം ഡെവലപ്മെന്റ് പലപ്പോഴും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പെർസീവബിൾ ആയിരിക്കില്ല. അതിന് പലപ്പോഴും നമ്മൾ ചില അനാലിസിസ് ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. ഒരു സ്ട്രക്ചറുമായിട്ട് കണക്റ്റഡ് ആണ് ഗ്രോത്ത്. ഡെവലപ്മെന്റ് അതൊരു പ്രാക്ടിക്കൽ സൈഡാണ്, ഫങ്ഷണൽ ആയിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ആ ഒരു ജീവന്റെ തുടിപ്പ്, അമ്മയുടെ വൂമ്പിലാകുമ്പോഴുള്ള ഓരോരോ സ്റ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പീരിയഡ് ഓഫ് ഓവം, കൺസെപ്ഷൻ,
ഓവം എന്ന് പറയുന്നത് സെക്കൻഡ് വീക്ക് ആവുമ്പോൾ അത് ഓവം ആ ഒരു രീതിയിൽ അറിയപ്പെടും. പിന്നെ എംബ്രിയോ സ്റ്റേറ്റിലേക്ക് പോകും. 8 വീക്സ് ഒക്കെ ആവുമ്പോഴാണ് ശരിക്കും കൺസെപ്ഷൻ നടന്ന 8 വീക്സ് ആവുമ്പോഴാണ് കുട്ടിയുടെ സെക്സ് ശരിക്കും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ മനസ്സിലാകുന്ന സമയം ഇതാണ്. ആ 8 വീക്സ് ഒക്കെ ആവുമ്പോൾ ബ്രെയിൻ, ലങ്സ്, ലിവർ അങ്ങനെ കുട്ടിയുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോൾ ഒരു 5th മന്ത് ഒക്കെ ആകുമ്പോൾ ഡോക്ടർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ഇങ്ങനെ കുട്ടി മൂവ്മെന്റ് അറിയാൻ പറ്റും, കിക്ക് ചെയ്യുന്നതും ഫോട്ടുവായിടുന്നതൊക്കെ മനസ്സിലാകും. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് അതൊക്കെ വരുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നുപോയെന്ന് തോന്നുന്നു. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻറ്റ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫാണ് വേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. കുറെ കാലം ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല, നല്ല ക്വാളിറ്റിയുള്ള ജീവിതം ജീവിക്കുക, അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത്. പിന്നെ 2 ടൈപ്സ് ഓഫ് വൈറ്റമിൻസ് ഉണ്ട്, ഫാറ്റ് സോളുബിളും വാട്ടർ സോളുബിളും. അത് ഏതൊക്കെയാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് ഇതിനകത്ത് വരുന്നത്, പിന്നെ വെൽനസിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിരുന്നോ? ഞാനാണ് എടുത്തേ വെൽനസ്, എൻവിയോൺമെന്റൽ വെൽനസ്, സോഷ്യൽ വെൽനസ്, ക്ലൈമറ്റിക് വെൽനസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരുന്നോ? ഇല്ല, എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വെൽനസ് എന്താണെന്ന് നമുക്കറിയാലോ. ക്ഷേമം, സന്തോഷം, സുഖം, സമാധാനം, അങ്ങനെ ഒരു അവസ്ഥ, അതാണ് വെൽനസ്സിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ള നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. എക്സാം ടൈമിൽ എന്ത് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചാലും ജസ്റ്റ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ആ ഒരു സമയത്ത് പ്ലീസ് മെസ്സേജോടുകൂടെയെങ്കിലും. ഞാൻ ആ സമയത്ത് അലേർട്ട് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ക്ലാസ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ മാത്രം ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാതെയോ അങ്ങനെയുള്ള ഇതിൽ പോകും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇൻവിജിലേറ്റേഴ്സിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വേറെ ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ്, ഒരു ഓവർവ്യൂ ആണ് എക്സാമിന്റെ. അതൊന്ന് നല്ലപോലെ ഞാൻ എടുത്ത പോർഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം അത് അറിയുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. മോണ്ടിസോറി മെത്തേഡിന്റെ മെയിൻ കാര്യങ്ങളാണ്. അല്ലാതെ കഷ്ടപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല കേട്ടോ, അതോടൊത്ത് പേടിക്കുന്നു. ഏജ് വൈസ് ക്വസ്റ്റ്യൻസ് ഫ്രം മൈ സൈഡ് ഉണ്ടാവില്ല. പിന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ള മോക്ക് ടെസ്റ്റുകളും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ യു ക്യാൻ പ്രാക്ടീസ്. Thank you, Miss. Okay then, bye. Have a nice day. All the best. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss. കേൾപ്പിക്കുകയില്ല. താങ്ക് യു മാം. അവസ്ഥ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്നും കേട്ടോ എന്ന് ചോദിച്ചൊന്നും 3 പേര് അവനെ കാണിക്കാനാ പറയുന്ന ടി വി മിസ്സിനൊക്കെ. ഹായ് കൊടുത്തു, ഹായ് കൊടുത്തു, ഹായ് കൊടുത്തു. ഒരു രക്ഷയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കേട്ടോന്ന് ചോദിച്ചാൽ കേട്ട്, കേട്ടില്ലെന്ന് ചോദിച്ചാൽ കേട്ടില്ല. ഓക്കെ. Thank you, Miss.